ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കാം. മുഖ്യമന്ത്രിയെ കാത്ത് കേരളം, പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. രാഹുൽ ഗാന്ധി ഖർഗെ നിർണായക കൂടിക്കാഴ്ച ഡൽഹിയിൽ തുടരുന്നു. ആകാംക്ഷയോടെ VD ചെന്നിത്തല KC ക്യാമ്പുകൾ, പ്രവർത്തകരും ആവേശത്തിൽ. തീരുമാനത്തെ ആദരിത്തോർ 144. തമിഴ്നാട്ടിൽ വിശ്വാസ വോട്ട് നേടി വിജയ് സർക്കാർ. 144 പേരുടെ പിന്തുണ. 25 AADMK MLA-മാർ വിജയ്ക്കൊപ്പം വിട്ടുനിന്ന് DMK. വിവാദമായ ജോൾസിന്റെ നിയമനം റദ്ദാക്കി. പുതുച്ചേരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് N രംഗസ്വാമി. BJP-യിൽ നിന്നും A നമശിവായയും മന്ത്രിപദത്തിൽ. CBSE 12ാം ക്ലാസ് ഫലം പ്രസിദ്ധീകരിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ വിജയശതമാനം കുറവ്. തിരുവനന്തപുരം മേഖല ഒന്നാമത്. SSLC ഫലം മറ്റന്നാൾ. മുഖ്യമന്ത്രിയെ കാത്ത് കേരളം. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷ. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും നിർണായക കൂടിക്കാഴ്ച നടത്തുന്നു. ഖർഗെയുടെ വീട്ടിലാണ് കൂടിക്കാഴ്ച. ജിഷ്ണുണ്ട് ഡൽഹിയിൽ നിന്നും. ജിഷ്ണുവിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ അൺഫിൽറ്റഡ് ഡിസൂസ ചേരുന്നുണ്ട്. അൺഫിൽറ്റഡ് KPCC ഓഫീസിന് മുൻപിലാണ് ഉള്ളത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അൺഫിൽറ്റഡ്, നമ്മൾ നേരത്തെയൊക്കെ സംസാരിച്ചിരുന്നത് പ്രവർത്തകർ ആവേശത്തിലാണ്, പ്രതീക്ഷയിലാണ്. ആരാണെങ്കിലും മനസ്സുകൊണ്ട് ഏറ്റെടുക്കുമെന്ന് പ്രവർത്തകർ നേരത്തെ തന്നെ നമ്മളോട് തന്നെ പങ്കുവച്ചിരുന്നു. എങ്ങനെയാണ് അവിടുത്തെ ഒരു പ്രതീക്ഷ? ഒപ്പം നമുക്കറിയാം ദീപാദാസ് മുൻഷിയൊക്കെ 6 കൂടി വരും. അപ്പോൾ ഇന്ന് തന്നെ എന്തായാലും പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രവർത്തകരടക്കം നേതാക്കളടക്കം തന്നെ സൂചന തരുന്നുണ്ട്. അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാമോ? അതെ അശ്വതി, ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രവർത്തകരൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത്. ആകാംക്ഷയുടെ അവർ കാത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ KPCC ആസ്ഥാനത്തിനകത്തേക്ക് ഇപ്പോൾ കയറിയിരിക്കുകയാണ്. ഇവിടെ പ്രവർത്തകരും അണികളൊക്കെ ഇവിടെയുണ്ട്. അണികൾ ഓരോരുത്തരും ടെലിവിഷനിലൂടെ ന്യൂസ് വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. ആ പ്രഖ്യാപനത്തിനായി അവർ കാതോർത്താണ്. TV-ക്ക് മുന്നിൽ തന്നെയാണ് ഇവരൊക്കെ തന്നെ, ഇവിടെ കൂടിയിരിക്കുന്ന അണികളൊക്കെ തന്നെ. ഈ പ്രവർത്തകർ ഈ 5:30 ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുന്നു. അതിനുശേഷം ഒരു പ്രഖ്യാപനം ഉണ്ടാകും. 6:30 ദീപാദാസ് മുൻഷിയും ഇവിടെ നിന്ന് കേരളത്തിലേക്ക് മടങ്ങിയ നേതാക്കളും 6:30 ഫ്ലൈറ്റിൽ ഇവിടെ എത്തുന്നു. ഈ രീതിയിലുള്ള വാർത്തകൾ കേട്ടതിന് പിന്നാലെയാണ് എന്തായാലും ഇന്ന് രാത്രിയോടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നതും കരുതുന്നതും. അതുകൊണ്ട് കൂടിയാണ് പ്രവർത്തകർ ഓരോരുത്തരായി ഇവിടെ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച നമ്മൾ കാണാൻ കഴിയുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ കണ്ടതാണ്. ഇവരാരും തന്നെയും ഈ 3 പേരിൽ ആരായാലും ഒരു കുഴപ്പവുമില്ല, ഒന്ന് പ്രഖ്യാപനം നടത്തിയാൽ മാത്രം മതി എന്ന രീതിയിലാണ് ഇവിടെ സംസാരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തരോടും കഴിയാൻ കഴിയുന്നത്. കാരണം അങ്ങനെ ഒരു ഏകപക്ഷീയമായ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ചേരിയിൽ ഏതെങ്കിലും ഒരു നേതാവ് ആയാൽ മതിയെന്ന് ആഗ്രഹിക്കുന്നവരല്ല ഇപ്പോൾ KPCC ആസ്ഥാനത്തെത്തുന്നത്. ഇപ്പോൾ നേരത്തെ കണ്ടതിനേക്കാൾ കുറച്ചുകൂടി വ്യത്യസ്തമായി പ്രവർത്തകരുടെ ഒരു തിരക്ക് KPCC ആസ്ഥാനത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പോൾ മാധ്യമ പ്രവർത്തകർ എല്ലാവരും തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. കാരണം ഏത് നിമിഷം വേണമെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്ന വേളയിൽ ഇവിടെ ഉണ്ടാകുന്ന ആവേശവും ആഘോഷവും പ്രകടനങ്ങളും ഒക്കെ തന്നെയും ഒപ്പിയെടുക്കാനായി അത്രയേറെ മാധ്യമങ്ങളുടെ ഒരു പട ഇവിടെ കാണാൻ കഴിയുന്നു. ഒപ്പം തന്നെ പ്രവർത്തകരൊക്കെ തന്നെയും ഓരോ സമയത്തും ഓരോരുത്തരായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അറിയേണ്ടത് ഈ രീതിയിൽ ഒരു ഒറ്റ പേരിലേക്ക് മുഖ്യമന്ത്രി ആര് എന്ന ഒരൊറ്റ പേരിൻ്റെ ആ പ്രഖ്യാപനം വരുമ്പോൾ ഏതെങ്കിലും രീതിയിലൊക്കെ ഒരു പ്രതിഷേധമോ പ്രകടനങ്ങളോ ഒക്കെ എതിർചേരിയിൽ ഉണ്ടാകുമ്പോൾ അത് നേരിടാൻ കണക്കിൽ ഇവിടെ പോലീസിന്റെ ഒരു സന്നാഹം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. KPCC ആസ്ഥാനത്തിന് പുറത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പ്രകടനങ്ങൾ, ഫ്ലക്സുകൾ ഉയരുകയോ പ്രകടനങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ തന്നെ നേരിടാൻ തയ്യാറായി. ഇപ്പോൾ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയാണ് ഇപ്പോൾ KPCCയുടെ ആസ്ഥാന മന്ദിരം തയ്യാറായി നിൽക്കുന്നത്. ഏത് രീതിയിലുള്ള അതായത് ആ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ അതിനെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുക, സന്തോഷത്തോടെ ആ പ്രഖ്യാപനത്തെ ഉൾക്കൊള്ളുക. അതാണ് ഇപ്പോൾ ഇവിടെ എത്തുന്ന ഓരോ പ്രവർത്തകർക്കും പറയാനുള്ളത്. ഈ AK ആന്റണിയുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ AK ആന്റണിയുടെ അഭിപ്രായം കൂടി ഹൈക്കമാൻഡ് തേടിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തലസ്ഥാനത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് KPCC ആസ്ഥാനത്ത് വലിയ രീതിയിൽ അതിൻ്റെ തയ്യാറെടുപ്പ് നടത്തിക്കഴിഞ്ഞു. ഉച്ചവരെയും ഇവിടെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇവിടെ ഉണ്ടായിരുന്നു. അല്പം മുമ്പാണ്, അതായത് ഒരു 4:30 കൂടിയാണ് സണ്ണി ജോസഫ് ഇവിടെ നിന്ന് പോയത്. അദ്ദേഹം പുറത്താണ്. ഇതിൻ്റെ ഒരു പ്രഖ്യാപനമൊക്കെ സമയമാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം KPCC ആസ്ഥാനത്ത് വരുമെന്ന് നമ്മൾ കരുതുന്നു. അപ്പോൾ AK ആന്റണി അദ്ദേഹത്തിൻ്റെ വസതിയിലുണ്ട്.
ഈ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ കെ ആന്റണിയുടെ ഒരു പ്രതികരണം നമ്മളൊക്കെ ആരായും ഇപ്പോൾ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചപ്പോൾ ഇപ്പോൾ തൽക്കാലം പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നു. എന്നാൽ പ്രഖ്യാപനം വന്നതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും KPCC ആസ്ഥാനത്ത് ഒരുപക്ഷെ അദ്ദേഹം രാത്രിയായാലും എത്താനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. അതോടൊപ്പം തന്നെ VM സുധീരനും MM ഹസനും ഈ 6:30 ദിബാദാസ് മുൻഷി വരുന്ന അതേ ഫ്ലൈറ്റിലാണ് VM സുധീരൻ അതോടൊപ്പം MM ഹസൻ വരുന്നത്. K മുരളീധരൻ നിലവിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ആണ്. ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് PMGയുടെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹം എത്തും. ഈ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ PMGയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ തലസ്ഥാനത്തുള്ള വീട്ടിൽ ദേവദത്തം വീട്ടിൽ വഴക്കാടുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. ഈ ഒരു പ്രഖ്യാപനം അത് എന്ത് തന്നെ ആയാലും നേതാക്കൾ അംഗീകരിക്കാൻ തയ്യാറാണ്. ശരി, അൺഫിലിറ്റ് ഇടപെടുന്നതിൽ ക്ഷമിക്കുക, ദയവായി തുടരുക. ഡൽഹിയിലേക്ക് പോകേണ്ടതുണ്ട്. ജിഷ്ണു ചേരുന്നു. ജിഷ്ണു, ഈ യോഗം എങ്ങനെ പുരോഗമിക്കുന്നു? ഈ യോഗശേഷം രാഹുൽ ഗാന്ധി ഘടകകക്ഷികളെയൊക്കെ വിളിക്കുമെന്നതാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാം മുസ്ലിം ലീഗ് ഇതിനോടകം തന്നെ അവരുടെ ഒരു കാര്യങ്ങൾ ഇതിനു മുൻപേ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. VD എന്ന പേരായിരുന്നു അവർ നേരത്തെ തന്നെ ഉയർത്തിയിരുന്നത്. അങ്ങനെയെങ്കിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകുമോ? മറ്റു വിവരങ്ങൾ? അശ്വതി, നിർണായകമായ യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. യോഗത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ, എന്തെല്ലാം മാനദണ്ഡങ്ങൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും പരിശോധിക്കുമെന്നാണ് നോക്കിക്കാണേണ്ടത്. അശ്വതി ചൂണ്ടിക്കാട്ടിയതുപോലെ വിവിധ വിഷയങ്ങൾ നിലവിൽ ഹൈക്കമാൻഡ് മുൻപിലുണ്ട്. ഒന്ന്, നിയമസഭാ കക്ഷി യോഗത്തിൽ ഭൂരിപക്ഷം MLA-മാരും പിന്തുണച്ചിട്ടുള്ളത് KC വേണുഗോപാലിനെയാണ്. പക്ഷേ മുതിർന്ന ചില നേതാക്കൾ രാഹുൽ ഗാന്ധി കേരളത്തിലെ ജനവികാരം, ഒപ്പം UDF-ൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ പിന്തുണ VD സതീശനാണ് എന്ന പൊതുവികാരവും രാഹുൽ ഗാന്ധിക്ക് മുൻപിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ പേര് തീരുമാനിച്ച് പ്രഖ്യാപിക്കുമെന്നുള്ളത് ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. ഇവിടെ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിലേക്ക് അരമണിക്കൂർ മുൻപാണ് രാഹുൽ ഗാന്ധി എത്തിയത്. കൂടിക്കാഴ്ച ഏകദേശം അരമണിക്കൂറോളം പിന്നിടുന്നു. ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. മുഖ്യമന്ത്രി തീരുമാനം ഇതൊരു ഡൽഹി കേന്ദ്രീകരിച്ച് നടന്നു കഴിഞ്ഞു. ഇനി അവസാനവട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നമ്മുടെ പ്രതീക്ഷകൾ അല്ലെങ്കിൽ നേതാക്കളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ന് തന്നെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളതാണ്. ഇതിനായി കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് എത്തും. നേരത്തെ ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റിൽ ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് പുറപ്പെടും എന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിലും പിന്നീട് ആ യാത്ര ഒഴിവാക്കുകയായിരുന്നു. അവരോട് ഡൽഹിയിൽ തന്നെ തുടരാൻ നിർദ്ദേശിച്ചു. ഈ ഒരു യോഗം അവസാനിച്ചു കഴിയുമ്പോഴേക്കും ഒരു പ്രഖ്യാപനം കേരളത്തിൽ മുഖ്യമന്ത്രി ആരാകും എന്നതിലുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഇവിടെ ഡൽഹിയിൽ AICCയുടെ ഭാഗത്തുനിന്നൊരു വാർത്താക്കുറിപ്പായോ അതല്ലെങ്കിൽ കേരളത്തിലൊരു നേതാക്കളെല്ലാം അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം കോൺഗ്രസ് നടത്തുമെന്നാണ് നോക്കിക്കാണേണ്ടത്. കാരണം വലിയ വിമർശനം കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ സമയം വൈകുന്നതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന 10ാം ദിവസമാണ് ഒരു മുഖ്യമന്ത്രി ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ സാധിക്കാത്ത അവസ്ഥ കോൺഗ്രസിനുള്ളിലുള്ളത്. വലിയ രീതിയിലുള്ള മാരത്തോൺ ചർച്ചകൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടന്നുവെങ്കിൽ പോലും ആ ചർച്ചകൾക്കൊടുവിൽ ഒന്നും തന്നെ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ, ഒറ്റ പേരിലേക്ക് എത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. ചർച്ചകൾ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം എപ്പോഴുണ്ടാകും, അതായത് നേരത്തെ എല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരാകും മുഖ്യമന്ത്രി എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആകാംക്ഷ. എങ്കിലിപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപനം എപ്പോഴുണ്ടാകും എന്ന ആകാംക്ഷയിലേക്ക് കേരള രാഷ്ട്രീയം തിരിഞ്ഞു കഴിഞ്ഞു. ആരെ പ്രഖ്യാപിക്കുന്നെങ്കിലും ആ പ്രഖ്യാപനം എപ്പോഴുണ്ടാകും എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചയാണിപ്പോൾ ഡൽഹിയിൽ രാജാജി മാർഗിലെ 10ാം നമ്പർ വസതിയിൽ മല്ലികാർജ്ജുന ഖാർഗെയുടെ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. VD സതീശന് അനുകൂലമായ ഒരു പ്രഖ്യാപനം ഹൈക്കമാൻഡിൽ നിന്നുണ്ടാകുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഇന്നലെ ഡൽഹിയിലെത്തി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയ VM സുധീരൻ ഉൾപ്പെടെ ചുരുക്കം ചില മുതിർന്ന നേതാക്കൾ കേരളത്തിലെ ജനവികാരം VD സതീശന് അനുകൂലമാണ് എന്നുള്ളതും ഒപ്പം മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ അഭിപ്രായവും പരിശോധിക്കണം എന്ന കാര്യം രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ MLA-മാരുടെ മാത്രം പിന്തുണ പരിശോധിച്ചുകൊണ്ട്
AC വേണുഗോപാലിനെ കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയായി അയക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാകുമോ? അതല്ല കേരളത്തിൽ മുതിർന്ന നേതാക്കൾ രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതനുസരിച്ച് ജനവികാരം കൂടി മാനിച്ചുകൊണ്ട് VD സതീശനിലേക്ക് ഹൈക്കമാൻഡ് എത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കാൻ നേതാക്കൾ നൽകുന്ന സൂചനകൾ അനുസരിച്ച് ഇനി അല്പസമയം മാത്രം കാത്തിരുന്നാൽ മതി. ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത. നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ഒരു യോഗം രാവിലെ നടക്കേണ്ടതായിരുന്നു. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും തമ്മിലുള്ള യോഗം. ശരി ജിഷ്ണു, ശരി. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ കൊച്ചിയിൽ പറവൂരിൽ VD സതീഷിന്റെ വീടിന് മുൻപിൽ പ്രവർത്തകർ തടിച്ചുകൂടിയിരിക്കുകയാണ്. മുദ്രാവാക്യം വിളികളുമായി പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. തത്സമയമാണ് പ്രേക്ഷകർ കാണുന്നത്. ആലുവ ദേശത്തെ VD സതീഷിന്റെ വീടിന് മുൻപിലുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള മുദ്രാവാക്യം വിളികളുമായി വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. പടം നയിച്ചവൻ നാട് നയിക്കട്ടെ, ആ മുദ്രാവാക്യം ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നുണ്ടോ അവിടെ? അശ്വതി, തീർച്ചയായും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പ്രവർത്തകർ ഇപ്പോഴും നിൽക്കുന്നത്. വളരെ പെട്ടെന്നാണ്, പക്ഷേ വലിയൊരു തരത്തിൽ, അതായത് കോൺഗ്രസിന്റെ പതാകകളുമായി ഒരു സംഘ പ്രവർത്തകർ എത്തുകൾക്കൊന്നേ നേതാവുള്ളൂ, അത് VD സതീശനാണെന്ന് വലിയ ആവേശത്തോടുകൂടി അവർ മുദ്രാവാക്യം വിളിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെയാണ് അത്തരമൊരു മുദ്രാവാക്യം മുഴുകുകയൊക്കെ ചെയ്തത്. എന്താണ് ഇനി ഹൈക്കമാൻഡിൽ നിന്ന് വരാൻ പോകുന്നത് എന്നുള്ളതാണ് അവർ ഉറ്റുനോക്കുന്നത്. ഏതായാലും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ അവർ ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. അവർ VD സതീശന് വേണ്ടി ഇവിടേക്ക് എത്തിയ ആളുകളാണ്. അവരെല്ലാം തന്നെ ഇപ്പോൾ എങ്ങനെയാണ് ഇനി എത്രത്തോളം 100% പ്രതീക്ഷയോടുകൂടിയാ, 100% പ്രതീക്ഷ. ഞങ്ങൾക്ക് 100% പ്രതീക്ഷ. ഞങ്ങൾക്ക് നിലപാടുള്ള ഒരു നേതാവിനെ മതി. ഈ കേരളത്തിനൊരു മുഖ്യമന്ത്രി, നിലപാടുള്ള ഒരു മുഖ്യമന്ത്രിനെ മതി. അത് VD സതീശനാണ്. ഓരോ വീട്ടിലെ പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും കൊച്ചുമക്കൾ മുതൽ വലിയ മുതിർന്നവർ വരെയും ആഗ്രഹിക്കുന്ന ഒരേ ഒരു നേതാവിന്റെ പേരുള്ളൂ, അത് VD സതീശൻ എന്നുള്ളതാണ്. അതിന്റെ അപ്പുറത്തേട്ട് ഒരു തീരുമാനം ഇവിടെ വേണ്ട എന്നാണ്. രാഹുൽ ഗാന്ധിനെ പോലുള്ളവരൊക്കെ ഇങ്ങനത്തെ ഒരു നിലപാടെടുക്കുമ്പോൾ സത്യം പറഞ്ഞ ജനങ്ങളായ ഞങ്ങൾക്ക്, അണികളായ ഞങ്ങൾക്ക് അഭിമാനത്തിന്റെ ഒരു പോറിലേക്കാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. 102 സീറ്റുമായി ഈ UDFനെ കേരള ജനതയുടെ നെഞ്ചിലേറ്റിയിട്ടുണ്ടെങ്കിൽ അത് VD സതീശന്റെ മതേതര നിലപാടിനും ഉറച്ച നിലപാടിനും വ്യക്തമായ നിലപാടിനുമാണ് ജനങ്ങളെ ഇവിടെ തെളിയിക്കുന്നത്. ഇതാണ് നേരത്തെ കണ്ടതാണ്. പ്രവർത്തകരൊക്കെ തന്നെ ഈ തരത്തിൽ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ വലിയ ആവേശത്തിലാണ്. ഇപ്പോൾ ഒരു പെട്ടെന്നൊരു മുദ്രാവാക്യം വിളിയിലെ ആവേശത്തിലേക്ക് എങ്ങനെയാണ്? നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി സാധാരണ പ്രവർത്തകരുടെ നിലപാടിനൊപ്പം നിന്ന VD സതീശൻ, കേരള ജനതയുടെ ഒരു ആവേശമാണ് VD സതീശൻ. കേരള ജനതയുടെ വിജയമാണ് VD സതീശൻ. രാഷ്ട്രീയത്തിന് അതീതമായി ആളുകൾ ആഗ്രഹിക്കുന്നു VD സതീശൻ മുഖ്യമന്ത്രിയാവാൻ. അതിന്റെ വിജയമാണ്. നിറഞ്ഞ പുഞ്ചിരിയോടെ അല്പസമയത്തിനകം തിരുവനന്തപുരത്തേക്ക് യാത്രയാവും. ഉറപ്പായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യും. ഇതാണ് പ്രവർത്തകരെല്ലാം തന്നെ പറയുന്നത്. വലിയ ആവേശത്തോടുകൂടി തന്നെയാണ് അവർ ഈ ഇത്തരത്തിലൊരു പ്രതീക്ഷ കാത്തുവെച്ചുകൊണ്ട് തന്നെയാണ് അവർ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തു നിൽക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വളരെ പെട്ടെന്നാണ് ഒരു മുദ്രാവാക്യത്തിലേക്ക് കാര്യങ്ങൾ വന്നത്. പക്ഷേ പിന്നീട് VD സതീശന്റെ ഭാഗത്ത് തന്നെ ഒരു നിർദ്ദേശം വരുന്നു. ഒരു കാരണവശാലും അത്തരത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന ഒരു നിർദ്ദേശം വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ മുദ്രാവാക്യം വിളി പിന്നീട് ഇല്ലാതാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കാരണവശാലും അത്തരത്തിലൊരു മുദ്രാവാക്യം വിളിക്കരുത്, അത്തരം മറ്റൊരു തരത്തിലേക്ക് ഇവിടെ ഈ പ്രദേശം എന്തായാലും മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് കാത്ത് VD സതീശൻ പക്ഷം. ഇപ്പോൾ VD സതീശന്റെ വീട്ടിൽ നിന്നുമുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടത്. പ്രവർത്തകരുടെ ഒഴുക്കാണ്. പ്രവർത്തകർ തമ്പടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മുഹമ്മദ് ഷിയാസും കൂടി, നിയുക്ത MLA മുഹമ്മദ് ഷിയാസ് കൂടി VD സതീശന്റെ വീട്ടിലേക്ക്
എത്തിയിരിക്കുകയാണ്. വലിയ മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ വളരെയധികം ആവേശത്തിലാണ്. ഡൽഹിയിൽ നിന്നും ജിഷ്ണു ചേരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ നിർണായക യോഗം ജിഷ്ണു അവിടെ തുടരുകയാണ്. ഈ യോഗത്തിന് ശേഷം പ്രഖ്യാപനമുണ്ടാകും എന്നത് പ്രതീക്ഷിക്കുന്നു. ഇവിടെ സംസ്ഥാനത്ത് പ്രവർത്തകരൊക്കെ വളരെ വലിയ ആവേശത്തിലാണ്. ഡൽഹിയിൽ നിർണായക യോഗം പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി മല്ലികാർജ്ജുൻ ഖർഗെ കൂടിക്കാഴ്ച പുരോഗമിക്കുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഘടകകക്ഷികൾ രാഹുൽ ഗാന്ധി നേരിട്ട് വിളിക്കുന്നുണ്ട്. അഭിപ്രായങ്ങളൊക്കെ ആരാഞ്ഞ് അന്തിമ തീരുമാനത്തിലേക്ക് ഇന്ന് തന്നെ കടക്കും. ഇന്ന് തന്നെ ആ പ്രഖ്യാപനമുണ്ടാകും എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരിക്കൽ കൂടി അൺഫിൽറ്റിലേക്ക് പോകുകയാണ്. അൺഫിൽറ്റ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെയധികം പ്രതീക്ഷയിലാണ്. കൊച്ചിയിലേക്ക് പോയാൽ വി ഡി സതീഷിൻ്റെ ക്യാമ്പും പ്രവർത്തകരും ഒക്കെ വളരെ ആവേശത്തിലാണ്. ഇനി തിരുവനന്തപുരത്ത് KPCCയിലും അത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഘടകകക്ഷികളുടെ ഒരു നിലപാട് നിർണായകമാണ്. മുസ്ലിം ലീഗ് നേരത്തെ തന്നെ അവരുടെ പക്ഷം പറഞ്ഞിട്ടുണ്ട്. വി ഡി സതീശൻ എന്ന പേര് അവർ പറയാതെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതും ആ നിലപാടും നിർണായകമായിരിക്കും. രാഹുൽ ഗാന്ധിയൊക്കെ ഇപ്പോൾ ഘടകകക്ഷികളെ നേരിട്ട് വിളിക്കും ഈ യോഗശേഷം എന്നതാണ് മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് അശ്വതി. അതായത് ഘടകകക്ഷിയുടെ മുസ്ലിം ലീഗിന്റെ അഭിപ്രായമാണ് ഏറ്റവും പ്രധാനമായും കണക്കിലെടുക്കുന്നത്. കാരണം ഏറ്റവും വലിയ ഘടകകക്ഷി എന്ന രീതിയിലാണ് ലീഗ്. മാത്രമല്ല മുതിർന്ന നേതാക്കളാണ്. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളുമായി ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ കൂടിക്കാഴ്ചയ്ക്ക് സമയമില്ലെങ്കിൽ പോലും ഫോണിൽ വിളിച്ച് അവരുമായി ആശയവിനിമയം നടത്തും ഉറപ്പാണ് ഈ ഒരു ഘട്ടത്തിൽ. ഇപ്പോൾ AK ആന്റണി, മുതിർന്ന നേതാവായ AK ആന്റണിയുടെ അഭിപ്രായം അന്തിമ ഘട്ടത്തിൽ ഹൈക്കമാൻഡ് തേടുകയാണ്. കാരണം ഈ 3 പേര് എന്നത് ഒരുപക്ഷെ ഈ ഏറ്റവും അധികം നമുക്ക് ഡൽഹിയിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആ കൃത്യമായ ഒരു പേരിൽ ഹൈക്കമാൻഡ് എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിലും ഒരു പ്രഖ്യാപനം വൈകുന്നത് എന്ത് എന്ന ചോദ്യങ്ങൾ പല കോണുകളിൽ നിന്നും വരുന്നുണ്ട്. പക്ഷേ ആ KC എന്ന രീതിയിലാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നതെങ്കിൽ കൂടിയും ഈ അവസാന വട്ടത്തിൽ എവിടെയെങ്കിലുമൊക്കെ ആ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ആ ഒരു നിലപാട് ഹൈക്കമാൻഡ് മാറ്റുന്നുണ്ടോ, മറ്റേതെങ്കിലും പേരുകളിലേക്കൊക്കെ പോകുന്നുണ്ടോ എന്നൊരു ചോദ്യം ഉയരുന്നു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം ചോദിക്കുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു അഭിപ്രായം, അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ നിലപാട് ചോദിക്കുന്നു. ഈ അദ്ദേഹത്തിൻ്റെ നിലപാട് നമുക്കറിയാം, ഇതേ എല്ലാ ഘട്ടവും വി ഡി സതീശന് വേണ്ടി തന്നെ അത് നിലപാട് വളരെ ശക്തമായി. നിരീക്ഷകർ വന്ന സമയത്തൊക്കെ വി ഡി സതീശൻ്റെ പേരെടുത്തു പറഞ്ഞ സതീശൻ തന്നെ മുഖ്യമന്ത്രി ആകണം, ജനവികാരം പൊതുവികാരം അതാണ്, ആ പൊതുവികാരം നമ്മൾ മാനിക്കണം എന്ന് വളരെ കൃത്യമായി പറഞ്ഞ ഒരു വ്യക്തിയാണ് PK കുഞ്ഞാലിക്കുട്ടി. അതുകൊണ്ട് തന്നെ ആ ഘടകകക്ഷി നിലയിൽ അവരുടെ അഭിപ്രായം അതിൻ്റെ അതേതായ ഗൗരവത്തോടെ എടുക്കുകയും ചെയ്യും. ഈ MM ഹസൻ, മുതിർന്ന നേതാവ് MM ഹസൻ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷി അഭിപ്രായം പറഞ്ഞതിനെ വിമർശിച്ച് പരസ്യമായി വരികയും അത് വേറൊരു വിവാദത്തിലേക്കൊക്കെ വഴിവെക്കുകയും ചെയ്തൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഹൈക്കമാൻഡ് ഈ നിർണായക ഘട്ടത്തിൽ ഘടകകക്ഷികളുടെ കൂടി പരിഗണിക്കുന്നു. പ്രത്യേകിച്ച് ലീഗിന്റെ അഭിപ്രായം കൂടി തേടുന്നു. ഒപ്പം AK ആന്റണി, മുതിർന്ന നേതാവ് AK ആന്റണിയുടെ അഭിപ്രായം അന്തിമ ഘട്ടത്തിൽ ഹൈക്കമാൻഡ് തേടുന്നു. ഈ വീണ്ടും ഒരു ചർച്ചയിലേക്കോ അല്ലെങ്കിൽ വീണ്ടും ഒരു അഭിപ്രായം കൂടി തേടുന്ന ഒരു രീതിയിലേക്ക് ഹൈക്കമാൻഡ് മാറുമ്പോഴാണ് പിന്നെയും ചില ആശയക്കുഴപ്പം എവിടെയെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യം ഉയരുന്നത്. അതായത് നമ്മൾ കരുതിയിരുന്നത്, ഇതുവരെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ആ പേര് അവർ എത്തിയിട്ടുണ്ട്. പക്ഷെ ആ പ്രഖ്യാപനം വൈകുന്നു. ആ പ്രഖ്യാപനം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രകടനവും പ്രകമ്പനവും പ്രതിഫലിക്കുക എങ്ങനെയാകും പ്രതിഫലിക്കുക? കാരണം ഒഴിവാക്കപ്പെടുന്ന ഒരുപക്ഷെ പൂർണ്ണമായും ഇന്നൊക്കെ വിട്ടു നിൽക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള കടുത്ത നിലപാടിലേക്ക് പോകുമോ? അതിലാണ് ഇപ്പോഴും ഹൈക്കമാൻഡിന് ആ ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ആ പ്രഖ്യാപനം വൈകുന്നത് എന്നാണ്. പക്ഷേ വീണ്ടും അവർ ചർച്ചകളും കൂടിക്കാഴ്ചകളും ഒക്കെ നടത്തുമ്പോൾ ഹൈക്കമാൻഡ് വീണ്ടും കേരളത്തിലെ നേതാക്കളുമായി ഘടകകക്ഷികളുമായി വീണ്ടും അഭിപ്രായത്തിലേക്ക് എത്തുമ്പോൾ അവർ തീരുമാനിച്ചുറപ്പിച്ച ആ പേരിൽ നിന്നൊരു മാറ്റത്തിലേക്കാണോ എന്ന സംശയം ഇപ്പോൾ ഉയരുകയാണ്. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നു. പക്ഷേ എങ്കിലും നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഏറെക്കുറെ അനുമാനിക്കാൻ കഴിയുന്നത്, ഒരു കൃത്യമായ ഒരു പേര് അവർ ആയിട്ടുണ്ട്. ആ പേര് പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ചില അവസാനവട്ട ഒരുക്കങ്ങൾ എന്നതിൻ്റെ ഭാഗമായി ഈ നേതാക്കളുടെ അഭിപ്രായം കൂടി ആരായുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനു മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഡൽഹിയിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഈ 3 നേതാക്കൾ, രമേശ് ചെന്നിത്തല, വി ഡി സതീശനായാലും KC വേണുഗോപാലുമായാലും ഈ 3 പേരെയും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും കൃത്യമായി കണ്ടവരെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ തീരുമാനം അവർക്കെതിരായി വരുന്ന ഘട്ടത്തിൽ ഒരിക്കൽ പോലും ഒരു പ്രകോപനത്തിലേക്ക്, അത് അവരുടെ അണികളിൽ നിന്ന് പോലും അത്തരത്തിലുള്ള പ്രകോപനം ഉണ്ടാകാൻ പാടില്ല. ആ തീരുമാനം, ഹൈക്കമാൻഡിന്റെ തീരുമാനം അവർ അംഗീകരിച്ചേ മതിയാകൂ എന്ന നിർദ്ദേശവും കൃത്യമായി അവർ നൽകിയിട്ടുണ്ട്. അതാണ് ഈ നേതാക്കളൊക്കെ തന്നെ ഡൽഹിയിൽ നിന്ന് വന്ന നേതാക്കൾ, അത് രമേശ് ചെന്നിത്തലയായാലും വി ഡി സതീശനായാലും മാധ്യമങ്ങൾ മൈക്ക് വയ്ക്കുമ്പോൾ പ്രതികരണം ചോദിക്കുമ്പോൾ ഒരു അക്ഷരം പറയാൻ
അവർ തയ്യാറാകുന്നില്ല. രമേശ് ചെന്നിത്തലയോട് ഏറ്റവും ഒടുവിൽ ചോദിച്ചപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് ആശംസ പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു കൃത്യമായ നിലപാട്, അതായത് ഹൈക്കമാൻഡ് പറയുന്ന തീരുമാനത്തെ അംഗീകരിക്കുമെന്ന് തന്നെയാണോ ആ മൗനം നൽകുന്ന സൂചന, അതോ മറ്റൊരു തീരുമാനത്തെ കടുത്ത നിലപാടിലേക്ക് അവർ എടുക്കുമെന്നതാണോ ആ മൗനം നൽകുന്ന സൂചന എന്ന് നമുക്ക് ഇപ്പോഴും വായിച്ചെടുക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് രാത്രിയോടുകൂടി ഒരു തീരുമാനമുണ്ടായി കഴിഞ്ഞാൽ ഈ നേതാക്കന്മാർ, മാറ്റി നിർത്തപ്പെടുന്ന നേതാക്കളും അവരുടെ ക്യാമ്പുകളും നേതാക്കന്മാർ പ്രത്യക്ഷത്തിൽ രംഗത്ത് വരികയില്ല. കാരണം ആ ഒരു ഘട്ടത്തിൽ അത്രയേറെ പക്വതയോടെ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തേ മതിയാവുകയുള്ളൂ. പ്രത്യക്ഷത്തിൽ അവർ നേരിട്ട് വന്നില്ലെങ്കിൽ കൂടിയും അവരുടെ അണികളും ആ ക്യാമ്പും ഏത് രീതിയിലായിരിക്കും അതിനെ ഈ ഒരു പ്രഖ്യാപനത്തെ ഉൾക്കൊള്ളുക, അതിനെ നേരിടുക എന്നത് വലിയ രീതിയിലൊരു ചോദ്യം തന്നെയാണ്. എന്തൊക്കെയായാലും ആ ഒരു പ്രഖ്യാപനം ഇനി വൈകാൻ പാടില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയങ്ങൾ അതിനപ്പുറത്തേക്ക് കേരളം കാത്തിരിക്കുന്നത്. ആ ഒരു പ്രഖ്യാപനം തന്നെയാണ്. കാരണം അത്രയേറെ കേരളത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയേറെ വൈകിയ ഒരു മുഖ്യമന്ത്രി, കാരണം ഈ ഭൂരിപക്ഷം UDF ലഭിച്ചൊരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് സമീപകാല രാഷ്ട്രീയത്തിൽ തന്നെ കേരളത്തിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലൊരു ഭൂരിപക്ഷമാണ് ഒരു മുന്നണിക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത്രയേറെ 10 വർഷം പ്രതിപക്ഷത്തിരുന്ന അത്രയേറെ ഭൂരിപക്ഷത്തോടുകൂടി കേരള ജനത അത്രയേറെ മാൻഡേറ്റ് അവർക്ക് കൊടുത്തിട്ടും എന്തുകൊണ്ടൊരു മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാൻ ഇങ്ങനെ വൈകുന്നു എന്ന ചോദ്യം, ഒരു പരിഹാസം, ഇതിനപ്പുറത്തേക്കൊരു പരിഹാസം, കേൾക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു പരിഹാസമാണ് അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരിഹാസത്തിലേക്ക് വരുന്നത് കൊണ്ട് ഇനിയും മണിക്കൂറുകൾ അമാന്തിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇനിയും ദിവസങ്ങൾ അമാന്തിക്കാൻ പാടില്ല. മാത്രമല്ല സത്യപ്രതിജ്ഞയ്ക്ക് ഏറെക്കുറെ 15 16 എന്നുവരെ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ 15 16 സത്യപ്രതിജ്ഞ എങ്കിൽ അതിന്നിപ്പോൾ 13 പോലും ആ മുഖ്യമന്ത്രി എന്നത് ഇന്ന് രാത്രിയെങ്കിലും പ്രഖ്യാപിച്ചേ മതിയാവുകയുള്ളൂ. കാരണം ഇന്ന് രാത്രി പ്രഖ്യാപിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ നാളെ രാവിലേക്കപ്പുറത്തേക്ക്, നാളെ ഒരു 10 മണിക്ക് മുമ്പെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകണമെന്നാണ്. പക്ഷേ അത്രയോളം പോകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്, അവിടെ നിന്നുള്ള നിർദ്ദേശം നമുക്ക് ഇവിടുത്തെ നേതാക്കന്മാരോടൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് രാത്രിയോടുകൂടി ഒരു പ്രഖ്യാപനം, അത് വാർത്താക്കുറിപ്പായി തന്നെ വരാനുള്ള ഒരു സാധ്യതയിലേക്കാണ് പോകുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും ഈ ഉടനെ ഇന്ന് പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം ഒരു 1 2 ദിവസത്തിനുള്ളിൽ ഈ ഒഴിവാക്കപ്പെടുന്ന ക്യാമ്പുകളിലുള്ള നേതാക്കന്മാരെ, അനുയായികളെയും അണികളെയും ഒക്കെ അനുനയിപ്പിക്കുന്നു. അങ്ങനെ ആ പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് ഇപ്പോഴും നേതാക്കൾ, KPCC നേതൃത്വം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. അത് തന്നെയാണ്. അതിനുശേഷം സത്യപ്രതിജ്ഞ 15 അല്ലെങ്കിൽ 16. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് 16-ാം തീയതിയാകും സത്യപ്രതിജ്ഞ എന്നാണ്. ഏറെക്കൂടെ 16-നാകും സത്യപ്രതിജ്ഞ. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയാകും ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുക. മറ്റു മന്ത്രിമാർ, കോൺഗ്രസിലെ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നീടാകും. കാരണം അതിൽ ആ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പിന്നെയും വൈകാനാണ് സാധ്യത. മുഖ്യമന്ത്രി ഘടകകക്ഷി മന്ത്രിമാരും ആദ്യഘട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും. അത് 2 ഘട്ടമായിരിക്കും സത്യപ്രതിജ്ഞ എന്നൊക്കെ അവർ ഏറെക്കുറെ നേരത്തെ പറഞ്ഞു തന്നെയാണ്. കാരണം ഈ മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന ചർച്ച ഇങ്ങനെ നീളുന്ന ഒരു പശ്ചാത്തലത്തിലാണ്. പിന്നെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളും വേറെ വൈകുന്നുണ്ട്. അതുകൊണ്ടാണ് 2 ഘട്ടമായി സത്യപ്രതിജ്ഞ നടത്തുന്നു. അതിനുശേഷം ഈ സത്യപ്രതിജ്ഞയോടുകൂടി മറ്റുള്ളവർ ഒഴിവാക്കപ്പെടുന്ന ഈ മുഖ്യമന്ത്രി ചർച്ചയിൽ നിന്ന്, അല്ലെ മുഖ്യമന്ത്രിമാരെ ഒരാളെ തീരുമാനിക്കുമ്പോൾ ഒഴിവാക്കപ്പെടുന്ന ഈ ഒരു വിഭാഗം നേതാക്കൾ ഏത് രീതിയിലുള്ള ഒരു പ്രതികരണമാകും ഇനി നടത്തുക എന്നുള്ളതും കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. ഇനി കേരളത്തിന് അറിയാൻ കഴിയേണ്ടത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവാണ്. സ്വാഭാവികമായി മുഖ്യമന്ത്രി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ളൊരു പ്രഖ്യാപനവും ഇടതുമുന്നണി ക്യാമ്പിൽ നിന്നോ CPM-ൽ നിന്നോ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഒരു 2 ദിവസം കഴിയുമ്പോൾ, ഇന്ന് രാത്രിയോടുകൂടി ഒരു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി, നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്നത് തീരുമാനമാകുന്നു. നാളെയോടുകൂടി നമുക്ക് പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നതിലും ഒരു തീരുമാനം. കാരണം CPM-ന്റെ സംസ്ഥാന സമിതി അവിടെ നാളെ സമാപിക്കുന്നു. അത് കഴിഞ്ഞാൽ ഉടനെ അവിടെയും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതിനപ്പുറം ഈ പ്രതിപക്ഷ നേതാവ് അവിടെ ഒരു തർക്കമോ കാര്യങ്ങളോ ഒന്നും വലുതായില്ല. അതുകൊണ്ട് തന്നെ അത് ആരാണെന്ന് ചിന്ത ആദ്യം മുഖ്യമന്ത്രിയാണ് അറിയേണ്ടത്. കേരളത്തിന് മുഖ്യമന്ത്രി അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പ്രതിപക്ഷ നേതാവിലേക്ക് ചിന്ത വരുന്നുള്ളൂ. മുഖ്യമന്ത്രി ആരാണ് എന്നത് ഇന്ന് തന്നെ, ഈ നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കേരളം കാതോർത്തിരിക്കുന്ന ആ പേരിലേക്ക് എത്തുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇനി അതിനപ്പുറം ഇന്നത്തെ ദിവസം കൂടി കഴിഞ്ഞൊരു ദിവസത്തിലേക്ക് പോകേണ്ടതില്ല എന്നാണ് ഇവരുടെ പ്രവർത്തകർ, ഘടകകക്ഷികളൊക്കെ തന്നെയും പരസ്യമായി അവരുടെ നിലപാട് പറഞ്ഞൊരു സാഹചര്യത്തിൽ ഇനി അതിനപ്പുറത്തേക്ക് ഒരു ചർച്ചയിലേക്ക് പോകേണ്ടതില്ല. ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് AK ആന്റണിയുടെ വരെ അഭിപ്രായം തേടിക്കഴിഞ്ഞു. ഇനി ഒരു അഭിപ്രായം തേടാൻ ആരുമില്ല ബാക്കി. അതുകൊണ്ട് എത്രയും വേഗം ഇനി ചർച്ച നീട്ടിക്കൊണ്ട് പോകേണ്ടതില്ല, തീരുമാനം വഹിക്കാൻ പാടില്ല എന്നൊരു വികാരം ഇവിടെ നിന്ന് പ്രവർത്തകർ പറയുന്നുണ്ട്. അത് തന്നെയാണ് നമ്മളിപ്പോൾ KPCC ആസ്ഥാനത്തിന് മുന്നിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. അശ്വതി. ശരി, അൺഫിൽറ്റർ ഡൽഹിയിൽ നിന്നും ജിഷ്ണു ഉണ്ട്. ജിഷ്ണു, ഈ യോഗം അവിടെ എങ്ങനെ പുരോഗമിക്കുന്നു? ഡൽഹിയിലെ അപ്ഡേഷൻ എന്താണ്?
അശ്വതി, യോഗം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഉള്ളത് മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ തന്നെയാണ്. ഹൈക്കമാൻഡ് നേതൃത്വം അവസാനം എന്ത് തീരുമാനത്തിലേക്ക് എടുക്കും എന്നുള്ളത് ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ്. നേരത്തെ റിപ്പോർട്ട് ചെയ്തതിന് സമാനമായി ഒരു പേരിലേക്ക് ഹൈക്കമാൻഡിന്റെ ചർച്ചകൾ പൊതുധാരണയിലേക്ക്, അതായത് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകട്ടെ എന്നൊരു പൊതു ചർച്ചയിലേക്ക് നേരത്തെ ഹൈക്കമാൻഡ് നേതൃത്വം എത്തിയിരുന്നുവെങ്കിൽ പോലും ഇന്നലെ വീണ്ടും മുതിർന്ന നേതാക്കളെ വിളിച്ചു വരുത്തി ചർച്ച നടത്തുന്നു. കേരളത്തിലെ സാഹചര്യം രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് വിശദമായി പരിശോധിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ധാരണയിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വരാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് നോക്കിക്കാണേണ്ടത്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ അഭിപ്രായം പരിശോധിച്ചുകൊണ്ട് VD സതീശനിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനം എത്തുമോ, അതല്ല നേരത്തെ നടന്ന ചർച്ചകൾക്ക് സമാനമായി MLA-മാരുടെ പിന്തുണ പരിഗണിച്ചുകൊണ്ട് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. ഇപ്പോഴും ചർച്ച മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ പുരോഗമിക്കുകയാണ്. അരമണിക്കൂറിലധികമായി ചർച്ച തുടങ്ങിയിട്ട് നേരത്തെ തന്നെ ഹൈക്കമാൻഡ് തലത്തിൽ വിശദമായിട്ടുള്ള ചർച്ച 3 മണിക്കൂറിലധികം നീണ്ടുനിന്ന ചർച്ചയായിരുന്നു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും കൂടാതെ VD സതീശനും രമേശ് ചെന്നിത്തലയും ദീപാദാസ് മുൻഷിയും കേന്ദ്ര നിരീക്ഷകരും മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും പങ്കെടുത്തുകൊണ്ട് നടത്തിയത്. 3 മണിക്കൂറിലധികം നീണ്ട ചർച്ചയ്ക്ക് ശേഷവും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ യോഗം അവസാനിച്ചു. രാഹുൽ ഗാന്ധി പുറത്തേക്ക് വരികയാണ്. രാഹുൽ ഗാന്ധി പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ഈ യോഗത്തിൽ എന്ത് തീരുമാനമുണ്ടായി എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ അരമണിക്കൂറിലധികം നീണ്ടുനിന്ന യോഗത്തിൽ ഈ മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്നുകൊണ്ട് എന്ത് തീരുമാനം കൈക്കൊണ്ടു എന്നുള്ളത് ഏറെ നിർണായകമാകും. ആ യോഗത്തിൽ ഏത് തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടായി എന്നുള്ളതും അല്പസമയത്തിനകം തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കേണ്ടത്. അത് AICCയുടെ ഭാഗത്തുനിന്ന് വാർത്താക്കുറിപ്പിലൂടെയോ അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനം നേതാക്കളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനത്തിലേക്കോ AICC കടക്കുമോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമാവുക. മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ നിന്ന് അരമണിക്കൂറിലധികം നീണ്ടുനിന്ന യോഗം പൂർത്തിയാക്കി ഇപ്പോൾ രാഹുൽ ഗാന്ധി മടങ്ങുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു യോഗത്തിൽ അരമണിക്കൂറിലധികം നീണ്ടുന്ന നിർണായകമായ യോഗത്തിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ചേർന്നുകൊണ്ട് എന്ത് തീരുമാനമെടുത്തു എന്നുള്ളതായിരിക്കും ഏറ്റവും നിർണായകം. രാഹുൽ ഗാന്ധിയുടെ വാഹനം മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചകളുമായി ബന്ധപ്പെട്ട നിർണായകമായ യോഗമാണ് ഇപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ അവസാനിച്ചിട്ടുള്ളത്. KC വേണുഗോപാലോ VD സതീശനോ അതോ രമേശ് ചെന്നിത്തലയോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഈ യോഗത്തിന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ ഒരു ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രഖ്യാപനം എപ്പോഴുണ്ടാകും എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി, അതായത് ഇപ്പോൾ നടന്ന ഈ ഒരു യോഗത്തിന് ശേഷം പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ആ നിർണായകമായ യോഗം അവസാനിച്ചിരിക്കുകയാണ്. ഇനിയെങ്കിലും മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വിശദമായിട്ടുള്ള ചർച്ച കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. നേരത്തെ നേരത്തെ KPCC അധ്യക്ഷനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കളുമായി 3 മണിക്കൂറിലധികം നീണ്ടുനിന്ന ചർച്ച രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നു. അതിനുശേഷം ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചതെങ്കിലും പിന്നീട് ഇന്നലെ മുൻ KPCC അധ്യക്ഷന്മാർ K സുധാകരനും K മുരളീധരനും ഉൾപ്പെടെയുള്ളവർ, MM ഹസൻ, കൂടാതെ അച്ചടക്ക സമിതിയുടെ അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാർ, അങ്ങനെ മുതിർന്ന നേതാക്കളെയെല്ലാം തന്നെ വിളിച്ചു വരുത്തിക്കൊണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം രാഹുൽ ഗാന്ധി വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് MLA-മാരുടെ മാത്രം പിന്തുണ പരിഗണിച്ചുകൊണ്ട് KC വേണുഗോപാലിലേക്ക് ഹൈക്കമാൻഡ് നേതൃത്വം എത്തുമോ, അത്തരത്തിലൊരു പൊതുധാരണയും ചർച്ചയും നേരത്തെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുമായും സോണിയാഗാന്ധിയുമായും മല്ലികാർജ്ജുന ഖാർഗെയുമായും ഏറ്റവും അടുത്ത് നിൽക്കുന്ന നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ചർച്ച, KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകട്ടെ എന്ന ചർച്ച ഹൈക്കമാൻഡിൽ നടന്നിരുന്നു. അത് യാഥാർത്ഥ്യമാണ്. കൃത്യമായ സൂചനകൾ ലഭിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം ഡൽഹിയിലേക്ക് എത്തിയിട്ടുള്ള VM സുധീരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ രാഹുൽ ഗാന്ധിക്ക് മുൻപിലേക്ക് വെച്ചിട്ടുള്ളത് MLA-മാരുടെ മാത്രം പിന്തുണയല്ല പരിശോധിക്കേണ്ടത്, കേരളത്തിന്റെ പൊതു സാഹചര്യം പരിശോധിക്കേണ്ടതുണ്ട്. UDF-ലെ ഘടകകക്ഷികൾ, അത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ വളരെ ശക്തമായി VD സതീശനൊപ്പമാണ് നിൽക്കുന്നത്. ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് VD സതീശൻ എന്ന നേതാവിനെ മുൻനിർത്തിയാണ്. ആ ജനവികാരം കൂടി പരിശോധിക്കണം എന്നുള്ളത് വളരെ ചുരുക്കം ചില നേതാക്കൾ മനസ്സിലാക്കുന്നത്.
കെ മുരളീധരനും VM സുധീരനും ഉൾപ്പെടെ വളരെ ചുരുക്കം നേതാക്കളാണ് ഇത്തരത്തിലൊരു നിലപാട് രാഹുൽ ഗാന്ധിക്ക് മുൻപിലേക്ക് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അക്കാര്യം കൂടി പരിശോധിച്ചുകൊണ്ട് ഒരു തീരുമാന മാറ്റം KC വേണുഗോപാലിനപ്പുറത്തേക്ക് VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകട്ടെ, പൊതുവികാരവും അതിനപ്പുറത്തേക്ക് മുസ്ലിം ലീഗ് എന്ന UDF-ലെ കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഘടകകക്ഷിയുടെ കൂടി തീരുമാനവും അഭിപ്രായവും കൂടി പരിഗണിച്ച് VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകുമോ എന്നുള്ളൊരു തീരുമാനത്തിലേക്കും ഹൈക്കമാൻഡ് എത്തുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. ഏതായാലും ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. സാധ്യതകൾ മാത്രമാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുക. യോഗം അവസാനിച്ചുവെങ്കിൽ പോലും ഔദ്യോഗികമായ ഒരു പ്രതികരണവും AICCയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മല്ലികാർജ്ജുന ഖാർഗെയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടോ നമുക്ക് ലഭിച്ചിട്ടില്ല. അല്പസമയത്തിനകം തന്നെ AICC ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഈ ചർച്ചയിൽ എന്ത് തീരുമാനമുണ്ടായി എന്നൊരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ചിലപ്പോൾ കേരളത്തിലേക്ക് എത്തിയേക്കും. അവർ ഇന്ന് ഉച്ചയോടുകൂടി 11:30 ഫ്ലൈറ്റിൽ വിമാനത്തിൽ കേരളത്തിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചിരുന്നെങ്കിലും അവരോട് ഡൽഹിയിൽ തന്നെ തുടരാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുകയായിരുന്നു. കൂടാതെ KC വേണുഗോപാൽ ഇവിടെ ഡൽഹിയിൽ തന്നെയുണ്ട്. KC വേണുഗോപാലുമായി ടെലിഫോണിൽ രാഹുൽ ഗാന്ധി ആശയവിനിമയം നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ ഘടകകക്ഷി നേതാക്കളുമായി ഇന്ന് വീണ്ടും രാഹുൽ ഗാന്ധി സംസാരിക്കും എന്ന് രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതായത് എന്താണ് ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്ന് അവസാനമായി പറയാനുള്ളത് എന്ന് രാഹുൽ ഗാന്ധി കേൾക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഓഫീസ് വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിലൊരു കൂടിയാലോചന ടെലിഫോൺ വഴി രാഹുൽ ഗാന്ധി നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി അറിയേണ്ടതുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കൂടി പരിഗണിച്ച ശേഷമായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് എന്നൊരു അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുക. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട നിർണായക യോഗമാണ് ഇപ്പോൾ രാജാജി മാർഗിലെ 10 ജൻപത്ത് വസതിയിൽ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ അവസാനിച്ചിട്ടുള്ളത്. രാഹുൽ ഗാന്ധി യോഗം കഴിഞ്ഞ് പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഈ യോഗത്തിന്റെ തീരുമാനം എന്തായിരിക്കും എന്ന് കാത്തിരിക്കേണ്ടി വരും. അശ്വതി. ശരി ജിഷ്ണു, ദയവായി തുടരുക. കൂടുതൽ അപ്ഡേഷനുകൾ അറിയേണ്ടതുണ്ട്. അൺഫിൽട്ടിലേക്ക് പോവുകയാണ്. അൺഫിൽട്ട് നിർണായക കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖർഗെയുടെ വീട്ടിൽ നിന്നും മടങ്ങിയിരിക്കുന്നു. ഏതു പേരിലേക്കായിരിക്കും ഹൈക്കമാൻഡ് എത്തിയിരിക്കുക എന്നുള്ള ആകാംക്ഷയിലാണ് പ്രവർത്തകരൊക്കെ തന്നെ. VD ക്യാമ്പും അതോടൊപ്പം തന്നെ ചെന്നിത്തല KC ക്യാമ്പൊക്കെ പ്രതീക്ഷയിലാണ്. അൺഫിൽട്ട് KPCCയിലാണ് ഉള്ളത്. അങ്ങനെ തന്നെയാണ് പ്രവർത്തകരും പങ്കുവെക്കുന്നത്. അപ്പോഴും ആക്ഷേപങ്ങൾ നിരവധിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നുകൊണ്ടിരുന്നത്. നമുക്കറിയാം, കേരളത്തോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെല്ലാം സർക്കാർ വരികയും അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം നടക്കുകയും അതൊക്കെ ആരംഭിക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള ഒരു ആക്ഷേപത്തിൽ കൂടിയാണ് കേരളം സംസ്ഥാനം കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ഭരണസ്തംഭനം എന്നാണ് CPM അടക്കം പറഞ്ഞു വെക്കുന്നത്. ഇന്നെങ്കിലും ആ ഒരു പ്രഖ്യാപനം, ആ ഒരു പ്രതീക്ഷ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്നത് കാത്തിരിക്കുകയാണ്. അതിനൊരു വിരാമം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഹൈക്കമാൻഡ് ഒരു പേരിലേക്ക് എത്തിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രവർത്തകരും ആവേശത്തിലാണ്. അതെ, തീർച്ചയായും അശ്വതി, വലിയ പ്രതീക്ഷയാണ്. ഈ ആകാംക്ഷയുടെ ആ മുൾമുനയിൽ നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. KPCC ആസ്ഥാനത്താണ് ഞാനിപ്പോൾ. എല്ലാവരും ഈ അകത്തൊക്കെ, പുറത്തെല്ലാവരും ഇങ്ങനെ ക്യാമ്പ് ചെയ്യുന്നു, തമ്പടിച്ച് നിൽക്കുന്നു. അകത്ത് കാണാൻ കഴിയുന്ന ദൃശ്യമെന്ന് പറയുന്നത് ആ അല്പസമയത്തിനുള്ളിൽ ഉണ്ടാകുന്ന ആ പ്രതീക്ഷ, അല്ലെങ്കിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ഒരു പേരിലേക്ക് എത്തിച്ചേരുമെന്ന മുൻ DCC പ്രസിഡന്റ് എത്തിയിട്ടുണ്ട്. ഇല്ല, പക്ഷേ ആരായിരുന്നാലും എന്തായാലും ഇപ്പോൾ ഒരു ഏതാനും മിനിറ്റുകൾക്ക് മുമ്പിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ആവേശത്തിലാണ് അണികളൊക്കെ തന്നെയും. ആവേശം, gossip, no need of gossip. It will be clear within no time. Let us wait for good. അതെ, അത് തന്നെയാണ്. സ്വീകരിക്കാൻ തയ്യാറായി എല്ലാവരും കാത്തു നിൽക്കുകയാണ്. പക്ഷെ അത് ഏത് പേരിലേക്കാകും വരിക എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം. ഇപ്പോൾ നിലവിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അശ്വതി, തുടക്കത്തിൽ KC-യിലേക്കായിരുന്നു കാര്യങ്ങൾ എന്ന രീതിയിൽ പോയിരുന്നു. കാരണം MLA-മാരുടെയൊക്കെ പിന്തുണ, അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ, ഒപ്പം തന്നെ മുതിർന്ന നേതാക്കൾ എന്ന രീതിയിലൊക്കെ KC-യിലേക്ക് പോയിരുന്നു. പക്ഷേ ഇന്ന് ഈ പ്രഖ്യാപനം വൈകിട്ട്, അതായത് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും തമ്മിലൊരു കൂടിക്കാഴ്ച നടക്കുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമോ ആ സമയത്തൊക്കെ തന്നെയും ഹൈക്കമാൻഡ് വീണ്ടും അഭിപ്രായം, മുസ്ലിം ലീഗിനോടുള്ള അഭിപ്രായം തേടുന്നു, AK ആന്റണിയുടെ അഭിപ്രായം തേടുന്നു എന്ന് വരുമ്പോഴാണ് പിന്നെയും മറ്റു ചില സംശയങ്ങൾ അല്ലെങ്കിൽ മറ്റു ചില സാധ്യതകളിലേക്ക് ഇത് തിരിയുന്നത്. ഒരു പക്ഷേ ഹൈക്കമാൻഡ് ഉറപ്പിച്ചിരിക്കുന്ന ഒരു പേര്, അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് മാധ്യമങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഊഹം, നമുക്ക് കിട്ടുന്ന സൂചനകൾ വെച്ചാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹൈക്കമാൻഡ് ആ താല്പര്യം KC-യിലേക്കാണ് എന്ന് നമുക്ക്
നമുക്ക് ലഭിക്കുന്ന സൂചനകളിൽ നിന്നാണ്. പക്ഷേ പിന്നീട് വീണ്ടും ഈ ഹൈക്കമാൻഡിനെ കൂടിക്കാഴ്ച നടക്കുന്ന വേളയിലും അല്ലെങ്കിൽ അതിനുശേഷമൊക്കെ തന്നെയും ഈ വീണ്ടും അഭിപ്രായം ഇപ്പോൾ AANTണി മുതിർന്ന നേതാവ് AANTണിയുടെ അഭിപ്രായം തേടുന്നു, നേരത്തെ PK കുഞ്ഞാലിക്കുട്ടിയുടെ അഭിപ്രായം തേടുന്നു. അങ്ങനെ ഒരു അഭിപ്രായം പിന്നെയും തേടുന്നുവെങ്കിൽ മറ്റ് സാധ്യതകളിലേക്കോ ഒക്കെ തന്നെ ഹൈക്കമാൻഡ് നീങ്ങുന്നു ഉള്ളതാണ്. അല്ലെങ്കിൽ KC അല്ലെങ്കിൽ VD സതീശനിലേക്കോ രമേശ് ചെന്നിത്തലയിലേക്കുള്ള സാധ്യതകൾ ഇപ്പോഴും അടഞ്ഞിട്ടില്ല. ആ സാധ്യതകളിലേക്ക് നീങ്ങുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത് അല്പനിമിഷങ്ങൾക്കുള്ളിൽ ഒരു പ്രഖ്യാപനമുണ്ടാകും. അത് ഒരു കൃത്യമായ ഒരാൾ എന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞു കേട്ട പേരൊന്നും ആകാൻ സാധ്യതയില്ല. ഈ 3 പേർക്കും ഒരുപോലെ സാധ്യത കൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഒരു നിമിഷമാണ് ഇപ്പോൾ പറയാനുള്ളത്. അങ്ങനെയെങ്കിൽ ഒരാളിലേക്ക് ഒരു ചായ്വെന്നോ അല്ലെങ്കിൽ അയാൾക്കുള്ള സാധ്യത എന്ന് പറയാൻ പറ്റില്ല. ഏത് നിമിഷം വേണമെങ്കിലും 3 പേർക്കും ഒരുപോലെ സാധ്യത എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ ഈ KPCC സ്ഥാനത്ത് 3 പേരിൽ ആരായാലും തങ്ങൾ തയ്യാറാണ് എന്ന രീതിയിലേക്കൊക്കെയാണ് പറയുന്നത്. ചില മാധ്യമങ്ങളൊക്കെ തന്നെയും VD സതീശന് സാധ്യത എന്ന രീതിയിൽ ചില റിപ്പോർട്ടുകൾ വരുന്നു. ഒപ്പം തന്നെ KCക്ക് സാധ്യത എന്ന രീതിയിൽ റിപ്പോർട്ട് വരുന്നു. രമേശ് ചെന്നിത്തല ക്യാമ്പും ഒക്കെ ആവേശത്തിൽ തന്നെയാണ്. കാരണം ഇത് പേരുകളൊക്കെ മാറി മറിയുന്ന സാധ്യതകളൊക്കെ മാറി മറിയുന്ന ഒരു സാഹചര്യമാണ് ഈ അവസാന നിമിഷം. അതായത് തെരഞ്ഞെടുപ്പിലെ ഫലം നമ്മൾ കാത്തിരുന്നപ്പോൾ എങ്ങനെയാണോ ഒരു ആകാംക്ഷ, ആ 4-ാം തീയതി ഉണ്ടായിരുന്ന ഒരു ആകാംക്ഷ, അതേ ആകാംക്ഷ തന്നെയാണ് ഇപ്പോൾ ഈ അവസാന നിമിഷം. കാരണം മുഖ്യമന്ത്രി 3 പേരിൽ ആരാകും അവസാന വട്ടം ഹൈക്കമാൻഡിൻ്റെ മനസ്സിലുള്ളത്, ഹൈക്കമാൻഡ് ആരെയാകും പ്രഖ്യാപിക്കാൻ പോകുന്നത്. എല്ലാവരും ആവേശത്തിലൊക്കെ ആണെങ്കിൽ ഇവർക്ക് ആർക്കും തന്നെയും അതിനകത്ത് ഇവിടെ നമ്മൾ ഈ KPCC ആസ്ഥാനത്തിന് മുന്നിൽ നിന്ന് ഞാൻ ചോദിക്കുമ്പോഴൊക്കെ തന്നെ പ്രതികരിക്കുന്ന ഒരൊറ്റ വ്യക്തിക്ക് പോലും അവരുടെ ഉള്ളിലൊരു പേരുണ്ടെങ്കിൽ ഈ സമയത്തിന് അങ്ങനെ ആ പേര് പറയുന്നില്ല. ഈ 3 പേരിൽ ആരെങ്കിലും ഒരാളെ പ്രഖ്യാപിച്ചാൽ മതിയെന്ന് തന്നെയാണ് അവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയേറെ ദിവസം കഴിഞ്ഞിട്ട് പോലും ഒരു കൃത്യമായൊരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കഴിയാത്തത് കൊണ്ട് കോൺഗ്രസിനുള്ളിൽ തന്നെ അണികളുടെ പ്രതിഷേധം അത്രയേറെയാണ്. നമുക്ക് നേരത്തെ രാവിലെ നമ്മൾ കണ്ടതാണ്, ബെന്നി ബെഹനാനെ വരെ വഴിയിൽ തടഞ്ഞു വെച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത്. അപ്പോൾ ആ പ്രതിഷേധം മറ്റെല്ലാ നേതാക്കൾക്ക് നേരെ ഉയരും. അതുകൊണ്ട് ഇനി വൈകാൻ പാടില്ല. ഭരണ പ്രതിസന്ധി എന്നാണ് മറുഭാഗത്ത് പ്രതിപക്ഷമൊക്കെ തന്നെ CPM ഒക്കെ തന്നെയും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇനി വീണ്ടും ഒരു ആക്ഷേപത്തിലേക്ക് കൂടുതൽ ആക്ഷേപങ്ങളിലേക്ക് പരിഹാസങ്ങളിലേക്ക് പോകേണ്ടതില്ല. ഇത് എത്രയും വേഗം തീരുമാനം. അപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മളൊക്കെ തന്നെ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിൽ നമ്മൾ നേതാക്കളോടൊക്കെ അഭിപ്രായം ചോദിക്കുമ്പോൾ അവരാരും തന്നെ ഉള്ളിലുള്ളത് പറയുന്നില്ല. കാരണം ശരി, അൺഫിൽറ്റർ കൊച്ചിയിൽ നിന്നും KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, യോഗം അവസാനിച്ചിരിക്കുകയാണ്. ഇനി പ്രഖ്യാപനമാണ് കാത്തിരിക്കുന്നത്. VD ക്യാമ്പ് പ്രതീക്ഷയിലാണ്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പ്രവർത്തകരുടെ ഒഴുക്കാണ്. വീണ്ടും പ്രവർത്തകർ തടിച്ചുകൂടിക്കൊണ്ടിരിക്കുന്നു മുദ്രാവാക്യം വിളികളുമായി. എങ്ങനെയാണ് VD സതീശന്റെ ക്യാമ്പിന്റെ ഒരു പ്രതീക്ഷ? പ്രവർത്തകർ എന്താണ് പറയുന്നത്? മറ്റു വിവരങ്ങൾ. അശ്വതി, ഇപ്പോഴും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് VD സതീശനോട് അടുത്ത് നിൽക്കുന്ന പ്രവർത്തകരും നേതാക്കളുമെല്ലാം തന്നെ ഇപ്പോഴും വീടിന് മുന്നിൽ നിൽക്കുന്നത്. നിരവധിയായ പ്രവർത്തകർ ഇനിയിപ്പോൾ വൈകുന്നേര സമയമായി സ്വാഭാവികമായും ജോലിയൊക്കെ കഴിഞ്ഞ പ്രവർത്തകരും സാധാരണ ആളുകളൊക്കെ തന്നെ വീട്ടിലേക്ക് എത്തിത്തുടങ്ങുന്ന സമയമാണ്. അവരൊക്കെ തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ എത്തുന്ന ഒരു സമയമാണിപ്പോൾ. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസം അവരിപ്പോഴും പുലർത്തുകയാണ്. ഹൈക്കമാൻഡ് തീരുമാനം ജനങ്ങൾക്ക് അനുകൂലമായിരിക്കും, തങ്ങൾക്ക് അനുകൂലമായിരിക്കും എന്നുള്ളത് തന്നെയാണ് അവർ പ്രതീക്ഷ വെക്കുന്നത്. യാതൊരു തരത്തിലും മറിച്ചൊരു തീരുമാനം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. കാരണം ഇത്രയധികം വലിയ വിജയം UDFനെ സമ്മാനിച്ചത്, ഇത് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലേ VD സതീശൻ എന്ന നേതാവിനെ മുൻനിർത്തി തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും മറിച്ചൊരു തീരുമാനം ഇത്തരത്തിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നൊരു പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവെക്കുന്നത്. വിവിധ മേഖലകളിൽ നിന്ന്, അത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിന്നുണ്ട്, എറണാകുളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നൊക്കെ തന്നെ നിരവധി പ്രവർത്തകർ ഇപ്പോൾ VD സതീശന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ജനങ്ങളല്ല, അതിനധികം ഒരു ജനസാഗരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. വിവിധ മേഖലയിൽ നിന്ന്, അത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ട്, KSUവിന്റെ പ്രവർത്തകരുണ്ട്, മറ്റ് INDUസിന്റെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഉണ്ട്. സാധാരണ ജനങ്ങൾ, അതായത് സ്വാഭാവികമായും VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തോട് അടുത്ത് ബന്ധം പുലർത്തി സർക്കാരിലേക്ക് അല്ലെങ്കിൽ സർക്കാരിനെ നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയായി VD സതീശൻ എത്തണമെന്ന് വലിയ ആഗ്രഹത്തോടെ പ്രവർത്തിച്ച നിരവധി ആളുകളുണ്ട്. അങ്ങനെ അവരാരും തന്നെ കോൺഗ്രസിന്റെ മാത്രം പ്രവർത്തകരായിരുന്നില്ല. അങ്ങനെ നിന്ന സാധാരണ ജനങ്ങൾ അവരെല്ലാം തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ VD സതീശന്റെ വീടിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ആ പ്രതീക്ഷകൾ എത്രത്തോളം ഹൈക്കമാൻഡിന് കാക്കാൻ കഴിഞ്ഞിട്ടു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും പ്രതീക്ഷകൾ വലിയ വാനോളം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്ങനെയാണ് ഞങ്ങൾ 100% പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. പ്രഖ്യാപനം വരുന്നത് നോക്കി ഏതായാലും വളരെ സന്തോഷത്തിലാണ്, ആത്മവിശ്വാസത്തിലാണ്.
ഇതിപ്പോൾ സാധാരണ നിരവധിയായ പ്രവർത്തകർ ഇവിടെയുണ്ട്. അവർക്കൊക്കെ ഒരു ഘട്ടത്തിലൊരു നിർദ്ദേശം വന്നത് മാധ്യമങ്ങളുടെ കൂടുതലായി മറ്റു തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകരുതെന്ന നിർദ്ദേശം വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് നേരത്തെ നമ്മൾ കണ്ടതാണ്. കാരണം വലിയ തരത്തിൽ, അതായത് ഇവിടെ വലിയ പ്രവർത്തകർ തടിച്ചുകൂടിയപ്പോൾ തന്നെ അവർ വളരെ സംയമനത്തോടുകൂടി നിൽക്കുകയായിരുന്നു. മാധ്യമങ്ങളോടൊക്കെ തന്നെ അവരുടെ ഒരു പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് വരുന്നില്ല. പിന്നീട് പക്ഷേ എത്തുമ്പോഴേക്കും വലിയ തരത്തിലുള്ള മുദ്രാവാക്യങ്ങളിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ വി.ഡി. സതീശന്റെ ആ വീടിനകത്ത് നിന്നൊരു നിർദ്ദേശം വരുന്നു. ഒരു തരത്തിലും മാധ്യമങ്ങളുടെ മറ്റു തരത്തിലുള്ള പ്രതികരണങ്ങൾ, നേതാക്കളെക്കുറിച്ചോ നിലവിൽ ഹൈക്കമാൻഡ് തീരുമാനങ്ങളെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകരുതെന്ന് കർശന നിർദ്ദേശം വന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ മുദ്രാവാക്യം വിളികളൊക്കെ തന്നെ അവസാനിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോഴും നിലവിൽ സംസാരിക്കുന്ന പ്രവർത്തകർക്ക് ചില നിർദ്ദേശങ്ങൾ അകത്തുനിന്ന് കൊടുക്കേണ്ട, ഒരു തരത്തിലും നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ട് നേതൃത്വത്തോട് വേദകം തരത്തിൽ പ്രതികരണം നടത്തരുതെന്ന നിർദ്ദേശമാണ് പ്രധാനമായും നൽകുന്നത്. ഏതായാലും വലിയ പ്രതീക്ഷ ഇത്തരത്തിൽ ചില നിർദ്ദേശങ്ങൾ വരുന്നത് സ്വാഭാവികമായും എന്താണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. നേരെ അൻഫിൽറ്റ് പറഞ്ഞതുപോലെ തന്നെ ഈ പ്രതീക്ഷകൾ കാത്തുകൊണ്ടുള്ള തീരുമാനമാണോ മറിച്ച് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കൂടിയാണ് അത്തരമൊരു നിർദ്ദേശം ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. ഒരു വൈകാരിക പ്രകടനങ്ങളിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. കൂടുതൽ മുതിർന്ന നേതാക്കൾ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അവർ ചില നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെയാണ്. ഏതായാലും ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായും സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവർ രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന ആളുകൾ ഉൾപ്പെടെ പറയുന്നത് ഈ വിജയം, UDFന്റെ ഈ 102 സീറ്റ് എന്ന് പറയുന്ന വിജയം, ആ വിജയത്തിന് അർഹനായ വ്യക്തി വി.ഡി. സതീശൻ തന്നെയാണ്. കാരണം അത്രയധികം താഴേക്ക് പോയൊരു സംവിധാനത്തെ, സംഘടനാ സംവിധാനത്തെ, ഒപ്പം തന്നെ മുന്നണി സംവിധാനത്തെ അതിനെ മുന്നിലേക്ക് കൊണ്ടുവരികയും അതിനെ ഈ ഇത്രയും കണ്ണിഞ്ചിപ്പിക്കുന്ന വിജയത്തിലേക്ക് എത്തുകയൊക്കെ ചെയ്തത് വി.ഡി. സതീശനാണ്. വി.ഡി. സതീശൻ മുന്നോട്ട് വെച്ച നിലപാടുകളാണ്, ഗ്യാരണ്ടികളാണ്, ഉറപ്പുകളാണ്. ആ ഉറപ്പുകൾക്ക് കിട്ടിയ അംഗീകാരമാണ്. സ്വാഭാവികമായും അങ്ങനെ ഒരു ഉറപ്പ് ഒരു നേതാവിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഒരു ജനത മുഴുവനായി വോട്ട് ചെയ്ത ഇത്തരമൊരു സംവിധാനത്തിലെ കാര്യങ്ങൾ എത്തിച്ചപ്പോൾ സ്വാഭാവികമായും അവർ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ ജനങ്ങൾ കാത്തു നിൽക്കുന്ന ഒരു നിമിഷമാണ് കടന്നു പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വിവിധ മേഖലകളിൽ ഇപ്പോൾ സ്ത്രീകളടക്കം നിരവധി ആളുകൾ ഈ വി.ഡി. സതീശന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നേരത്തെ സൂചിപ്പിച്ചൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ പ്രതികരണങ്ങളിലേക്കോ വൈകാരിക പ്രതികരണങ്ങളിലേക്കോ പോകുന്നത്. ശരി, കെ പ്രശാന്താണ് വി.ഡി. സതീശന്റെ വീടിന് മുൻപിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രജിത്ത് ഉണ്ട്. രജിത്ത്, രമേശ് ചെന്നിത്തലയുടെ വീടിന് അവിടെയാണുള്ളത്. ക്ഷമിക്കുക രജിത്ത്, ഇപ്പോൾ വിമാനത്താവളത്തിലാണുള്ളത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലാണുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ദീപാദാസ് മുൻഷി അടക്കമുള്ള നേതാക്കൾ എത്തിച്ചേരുന്നുണ്ട്. 6:30 നേരത്തെ എത്തുമെന്നായിരുന്നു പ്രതീക്ഷ. ഇപ്പോൾ വിമാനത്താവളത്തിൽ രജിത്തുണ്ട്. രജിത്ത്, ഈ നേതാക്കളൊക്കെ തന്നെ ഇനിയും വരാനുണ്ട്. ദീപാദാസ് മുൻഷി അടക്കമുള്ളവർ വരുന്നുണ്ട്. പ്രതീക്ഷിച്ചിരിക്കുകയാണ്, കേരളം കാത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി ആരെ എന്നുള്ളത്. തീർച്ചയായും അത്തരമൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നതും കാത്തിരിക്കുകയാണ് കേരളം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേരളത്തിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറി നേരത്തെ തന്നെ ചർച്ചകൾ പൂർത്തീകരിച്ച് അവർ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ട്. ഇന്ന് 6:30 വിമാനത്താവളത്തിലേക്ക് എത്തുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ വിമാനം ഇപ്പോൾ ലേറ്റ് ആണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. 7 മണിക്ക് ശേഷമായിരിക്കും, 7:30 മാത്രമേ വിമാനം എത്തുകയുള്ളൂ എന്ന വിവരമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ദീപാദാസ് മുൻഷിക്കൊപ്പം KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടുള്ള PC വിഷ്ണുനാഥും അതുപോലെ തന്നെ AP അനിൽകുമാറും പിന്നെ ഷാഫി പറമ്പിലും ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതേസമയത്ത് തന്നെ മുതിർന്ന നേതാക്കളും ഇവർക്കൊപ്പം ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. VM സുധീരൻ ഉൾപ്പെടെയുള്ളവർ, ഹസൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇങ്ങോട്ടേക്ക് ഇവർക്കൊപ്പം എത്തുന്നുണ്ട്. അങ്ങനെ ഒരു പക്ഷേ ഈ പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷമായിരിക്കും ഇവർ ഇങ്ങോട്ടേക്ക് എത്തുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ പ്രതികരണത്തിലേക്ക് ആ സമയത്ത് നമുക്ക് പോകാൻ കഴിയും. എന്ത് തന്നെയായാലും വലിയൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. അല്പം മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ ക്യാമ്പും വലിയ പ്രതീക്ഷയിലാണ്. ചർച്ചകൾ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നേരം ചർച്ച ആരംഭിക്കുകയും ചെയ്തിരുന്നു. ചർച്ച ആരംഭിച്ചതിന് ശേഷവും പ്രവർത്തകർ വലിയൊരു ആവേശം തന്നെയാണ് അവിടെയും പങ്കുവെക്കുകയും ചെയ്തത്. നിരവധി പ്രവർത്തകർ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം. അവിടെ ഒരു പ്രവർത്തകൻ പ്രതികരിച്ചത് തന്നെ ഈ നേതാക്കളൊക്കെയും തന്നെ തങ്ങളുടെ നേതാക്കൾ തന്നെയാണ്. അതുകൊണ്ട് ഹൈക്കമാൻഡ് ഭാഗത്തു നിന്നും എന്ത് തീരുമാനമാണോ വരുന്നത് എന്ന് കാത്തിരിക്കുകയാണ് തങ്ങൾ. അത് ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമാകും എന്ന ഒരു പ്രതീക്ഷയാണ് അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തത്. എന്തായാലും ചർച്ച സമാപിച്ചിരിക്കുന്നു. ഇനി ഒരു പ്രഖ്യാപനമാണ് ഉണ്ടാകാനുള്ളത്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തകരും അവിടെ തമ്പടിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. രാവിലെ മുതൽ തന്നെ അവിടെ രമേശ് ചെന്നിത്തലയുടെ വീടിൻ്റെ മുന്നിലേക്ക് ആളുകൾ എത്തുന്നുണ്ടായിരുന്നു, പ്രവർത്തകർ എത്തുന്നുണ്ടായിരുന്നു. ഇപ്പോഴും പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് അല്പം മുമ്പ് വരെ കാണാൻ കഴിയുന്നുണ്ട്. അത് തുടരുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരവും. എന്തായാലും
ആയാലും വിമാനത്താവളത്തിലും ഒരു കാത്തിരിപ്പാണ്. ചർച്ചകൾ പൂർത്തീകരിച്ച് നേതാക്കൾ ഒക്കെയും തിരിച്ചെത്തുന്നു. ഹൈക്കമാൻഡിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് നേരത്തെ തന്നെയുള്ള KPCCയുടെ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയ്ക്കായി അങ്ങോട്ടേക്ക് പോയത്. ഒപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവരെയും ചർച്ചയ്ക്കായി ഹൈക്കമാൻഡ് അങ്ങോട്ട് വിളിക്കുകയായിരുന്നു. ദീപാദാസ് മുൻഷി വിളിച്ചത് പ്രകാരമാണ് തങ്ങൾ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തന്നെയാണ് എന്ന കാര്യം നേതാക്കൾ പറയുകയും ചെയ്തിരുന്നതാണ്. കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ തലസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അതിനുശേഷം മറ്റു നേതാക്കൾ, ഇപ്പോൾ ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള നേതാക്കൾ വീണ്ടും സംസ്ഥാനത്തേക്ക് എത്തുന്നു എന്ന് തന്നെയാണ്. ഇക്കാര്യത്തിലൊരു തീരുമാനം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി മാത്രമാണ് കാത്തിരിക്കുന്നത്. ഒരു പക്ഷേ ആ പ്രഖ്യാപനത്തിന് ശേഷം തലസ്ഥാനത്തേക്ക് എത്തി ബാക്കി കാര്യങ്ങൾ, ഇവിടെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും AICCയുടെ ചുമതലയുള്ള, കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തുന്നത്. എന്തായാലും അവർക്കൊപ്പം തന്നെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവരും എത്തുന്നുണ്ട്. എല്ലാവരും കാത്തിരിക്കുന്നു. നേതാക്കളൊക്കെയും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. നിലവിൽ ഇവർ എത്തുന്നതും ഇവരുടെ ഒരു പ്രതികരണത്തിനുമായാണ് ഇവിടെ എല്ലാവരും കാത്തിരിക്കുന്നത്. എന്തായാലും അതിനുള്ളിൽ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ശരി, രജിത്താണ് വിമാനത്താവളത്തിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അൺഫിൽട്ടർ ഡിസൂസയുണ്ട്. അൺഫിൽട്ടർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒറ്റപ്പേരിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിട്ടുണ്ടാകാം എന്ന പ്രതീക്ഷയാണ് നേതാക്കളും പ്രവർത്തകരുമൊക്കെ പങ്കുവച്ചിട്ടുള്ളത്. വലിയ ആകാംക്ഷയിലാണ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ. എന്തായാലും നിർണായക യോഗം ഡൽഹിയിൽ അവസാനിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി മടങ്ങിയിരിക്കുകയാണ്. ഇനി രാഹുൽ ഗാന്ധി ഘടകകക്ഷികളെ ഒക്കെ വിളിക്കും. അതിനുശേഷമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാകുക. ഒപ്പം PC വിഷ്ണുനാഥ്, ദീപാദാസ് മുൻഷി, KP അനിൽകുമാർ അടക്കമുള്ള നേതാക്കൾ അല്പസമയത്തിനകം സംസ്ഥാനത്തേക്കും എത്തും. ഇതിനുശേഷമായിരിക്കും ഒരു പ്രഖ്യാപനം ഉണ്ടാകുക. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും എന്ന പ്രതീക്ഷയാണ് പ്രവർത്തകരടക്കം നേതാക്കളടക്കം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടിട്ടുള്ളത് VD സതീഷിന്റെ വീട്ടിലാകട്ടെ തടിച്ചുകൂടിയ പ്രവർത്തകരാണ്. ചെന്നിത്തലയുടെ വീട്ടിലും മറിച്ചല്ല, പ്രവർത്തകരുടെ ഒഴുക്കാണ് കാണാൻ കഴിയുന്നത്. മുദ്രാവാക്യം വിളികളുമായിയാണ് തങ്ങളുടെ നേതാക്കളെ അവർ ഉയർത്തിക്കാട്ടുന്നത് എന്നുള്ളതാണ്. എന്തായാലും നിർണായക യോഗം ഡൽഹിയിൽ സമാപിച്ചിരിക്കുകയാണ്. മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അൺഫിൽട്ട് ഡിസൂസ ചേരുന്നുണ്ട്. അൺഫിൽട്ട് ഈ സൂചിപ്പിച്ച പോലെ തന്നെ ഇനി പ്രതീക്ഷയിലാണ്. അല്പസമയത്തിനകം അല്ലെങ്കിൽ നിമിഷങ്ങൾക്കകം മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാനത്തേക്ക് നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? ശരി, അൺഫിൽട്ടിലേക്ക് വരാം. രജിത്തിലേക്ക് പോവുകയാണ്. രജിത്ത്, ഈ സൂചിപ്പിച്ച പോലെ തന്നെ നേതാക്കളെ കാത്തിരിക്കുന്നുണ്ട്. അവരുടെ പ്രതികരണം എന്താണ്? അങ്ങനെ ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. വരും മണിക്കൂറിൽ അല്ലെങ്കിൽ വരുന്ന മിനിറ്റുകൾക്കുള്ളിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതാമോ? അശ്വതി, അവിടെ ഡൽഹിയിൽ ചർച്ചകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെ നമുക്കറിയാം, ഈ നേതാക്കളെയൊക്കെയും കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ചു വരുത്തി ഇക്കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തണം എന്ന് തന്നെയാണ് ഹൈക്കമാൻഡും വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഇവിടെയുള്ള മുതിർന്ന നേതാക്കളെയും അതുപോലെ തന്നെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരെയും ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു വരുത്തി സംസ്ഥാനത്തെ സ്ഥിതി പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ ഗാന്ധി ഇവരുമായി നടത്തിയ ചർച്ചയിൽ ആര് നേതാവാകണമെന്നത് സംബന്ധിച്ചല്ല പ്രധാനമായും, അല്ലെങ്കിൽ ആര് മുഖ്യമന്ത്രിയാകണം എന്നത് സംബന്ധിച്ചല്ല പ്രധാനമായും ഇവരോട് ചോദിച്ചറിഞ്ഞത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പ്രധാനമായും എന്താണ് കേരളത്തിലെ ഒരു സ്ഥിതി, ആർക്ക് അല്ലെങ്കിൽ ഏതു രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ മുന്നോട്ട് പോകുന്നത്, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിച്ചറിഞ്ഞത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തുതന്നെയായാലും അത് വെച്ചുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് എന്നതാണ്. ആ സമയത്ത് നേരത്തെ തന്നെ നേതാക്കളോട് യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളോ അല്ലെങ്കിൽ പ്രകടനങ്ങളോ ഒന്നും തന്നെ പാടില്ല എന്ന ആദ്യ ചർച്ചയിൽ തന്നെ
വിലക്കിയിരുന്നു. അതിനുശേഷം നേതാക്കളുടെ ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ടുള്ള നേതാക്കളുടെ പ്രകടനങ്ങളോ അങ്ങനെ കാര്യമായ പ്രകടനങ്ങളൊന്നും തന്നെ ഉണ്ടാകാത്ത കുറേ ദിവസങ്ങളാണ് മുന്നോട്ട് പോയത്. 3 ദിവസം കൂടി മുന്നോട്ട് പോയി. എങ്കിൽ തന്നെയും ഇതിനൊരു തീരുമാനമാകാതെ പോകുന്ന സമയത്താണിപ്പോൾ പൊതുജനം ഉൾപ്പെടെയുള്ളവർ നേതാക്കളോട് ഇവിടെ എത്തിയ അല്ലെങ്കിൽ ജയിച്ച MLA-മാരാകാൻ നിൽക്കുന്ന ആളുകളോടടക്കം നേതാക്കളോടടക്കം ചോദ്യങ്ങളുമായി രംഗത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ളൊരു സാഹചര്യം കൂടി സംസ്ഥാനത്ത് സംജാതമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു ഭരണസ്തംഭനം അടക്കമുള്ള 10 ദിവസം പിന്നിടുന്നു. അതൊരു വലിയൊരു കാലയളവാണ് എന്നാണ് ജനങ്ങൾ തന്നെ വിചാരിക്കുന്നത്. കാരണം വലിയൊരു മാൻഡേറ്റിൽ കോൺഗ്രസിന് ജനങ്ങൾ വിജയം നൽകുകയും ആ വിജയം ആഘോഷിക്കാൻ പോലും കോൺഗ്രസിന് കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ അല്ലെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് പൊതുജനം തന്നെ ആഗ്രഹിക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്തത്. അത് കൃത്യമായി കെ പ്രശാന്ത് ഉണ്ട്. പ്രശാന്ത്, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ VD സതീശൻ എന്നാൽ പറവൂരിൻ്റെ വികാരമാണ്. പ്രവർത്തകർ അത് തന്നെയാണ്, പ്രവർത്തകരിൽ നിന്നും അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രവർത്തകർ എങ്ങനെയാണ് ഒരു പ്രതീക്ഷ പങ്കുവെക്കുന്നത്, ഒപ്പം ഈ പ്രതീക്ഷയ്ക്കൊക്കെ മറിച്ചാണ് സംഭവിക്കുന്നത് എങ്കിൽ പ്രവർത്തകരെ എങ്ങനെയായിരിക്കും അനുനയിപ്പിക്കുക? കോൺഗ്രസിന് വലിയ വെല്ലുവിളിയാണ് അതൊക്കെ എന്നതാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഇനിയിപ്പോൾ ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതായത് അല്പസമയത്തിനകം പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോലും അതങ്ങനെ ആ രീതിയിൽ തന്നെ പ്രഖ്യാപിക്കുമോ? ഒരുപക്ഷെ VD സതീശൻ തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുമോ? അങ്ങനെ ചില ആകാംക്ഷകൾ കൂടി ഇവിടെ കാത്തു നിൽക്കുന്നവരുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതേസമയം തന്നെ പ്രധാനപ്പെട്ട കാര്യം നിലവിൽ എന്ത് തീരുമാനമാണ് ഹൈക്കമാൻഡ് ഭാഗത്തുണ്ടായാലും അത് അംഗീകരിക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചില ഇടപെടലുകൾ ഇപ്പോൾ VD സതീശന്റെ വീട്ടിൽ ഉള്ളിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ, അതായത് DCC അധ്യക്ഷനും നിയുക്ത MLA-യുമായ മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെ പുറത്തെത്തിയിട്ടാണ് യാതൊരു തരത്തിലുള്ള പ്രകോപന മുദ്രാവാക്യങ്ങളും മറ്റു മുദ്രാവാക്യങ്ങളും തന്നെ വിളിക്കാൻ പാടില്ലെന്നും മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനൊരു നിയന്ത്രണം വേണമെന്ന നിർദ്ദേശം ഇപ്പോൾ കൃത്യമായി നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ജനങ്ങളിൽ നിന്ന് ഇപ്പോൾ നമുക്ക് പ്രതികരണങ്ങൾ എടുക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ കൂടി ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്രയധികം പ്രവർത്തകർ ഇവിടെ നിൽക്കുന്നുണ്ട്. നേതാക്കളുടെ ഭാഗത്തു നിന്ന് ചില നിർദ്ദേശങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വളരെ പെട്ടെന്നാണ് ഒരു മുദ്രാവാക്യം വിളിയും കൊടിയുയർത്തിയുള്ള മുദ്രാവാക്യം വിളിയും ഒക്കെ തന്നെ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ആ സാഹചര്യത്തിലാണ് ഇത്തരം ചില നീക്കങ്ങൾ, അതായത് അത്തരത്തിൽ ആ മുദ്രാവാക്യങ്ങളിൽ പ്രധാനപ്പെട്ട എന്ത് സംഭവിച്ചാലും VD തന്നെയാണ് നായകൻ, ഞങ്ങളുടെ നേതാവ് എന്നൊക്കെ തരത്തിലുള്ള ചില മുദ്രാവാക്യങ്ങളാണ് ഉയർന്നു വന്നത്. അതുകൊണ്ടാണ് അത്തരമൊരു സാഹചര്യം ഉയർന്നു വരികയും ഇടപെടൽ ഉണ്ടാവുകയൊക്കെ ചെയ്തത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, രജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഒരു UDF സംവിധാനത്തെ ഒന്നടങ്കം വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും നയിക്കാനും ഒക്കെ കഴിഞ്ഞ ഒരു നേതാവ് VD സതീശൻ തന്നെയാണ്. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ തന്നെയാണ് ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ, അതായത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വലിയ തരത്തിലുള്ളൊരു പ്രതീക്ഷ എല്ലാവരും കാത്തു സൂക്ഷിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് എന്താണ് സംഭവിക്കുന്നത്, ഏത് തരത്തിലാണ് പ്രഖ്യാപനം എന്ന് ഇത്രയും അധികം മണിക്കൂറുകളായി അവർ കാത്തു നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വലിയ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും എല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. കാരണം നേരത്തെ മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ പോലീസുകാരെല്ലാം തന്നെ എത്തി ഈ വാഹനങ്ങൾ വരുന്ന വഴികളും ഒപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ കൃത്യമായൊരു നിർദ്ദേശവും നിയന്ത്രണവും ഒക്കെ തന്നെ നൽകിപ്പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും അതിശക്തമായ സുരക്ഷ ഇപ്പോൾ ഈ ദേശത്തെ വീടിന് സമീപത്തായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. നിരവധിയായ പ്രവർത്തകർ, അത് ഈ പറവൂരിൽ നിന്നോ അല്ലെങ്കിൽ ദേശത്തു നിന്നോ മാത്രമല്ല, എറണാകുളം ജില്ലയിലുണ്ട്, തൃശ്ശൂർ ജില്ലയിൽ നിന്നടക്കം ഉൾപ്പെടെ പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ, കൃത്യമായ ഒരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വന്നവരാണ്. വലിയ പ്രതീക്ഷ അവർ പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് നേരത്തെ ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ, ഞങ്ങൾ വോട്ട് ചെയ്തതുപോലെ മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി തന്നെ ഇത്രയധികം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിന്ന് മുഖ്യമന്ത്രിയിലേക്ക് VD സതീശൻ എത്തിക്കാൻ കഴിയും. അങ്ങനെ എത്തും, ഹൈക്കമാൻഡ് അത്തരമൊരു തീരുമാനം എടുക്കുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും അവർ മുന്നോട്ട് പോകുന്നത്. അതിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചവരെ അല്പസമയം മുമ്പ് നേരത്തെ ഒരു 5 മണിയോടുകൂടി കൊച്ചി മേയർ മടങ്ങിപ്പോയിരുന്നു. പക്ഷേ അല്പസമയം മുമ്പ് അവരുൾപ്പെടെ തിരിച്ചു വരുന്നൊരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഏതൊക്കെയോ തരത്തിലുള്ള നീക്കങ്ങൾ ഹൈക്കമാൻഡിൽ നിന്ന് നടക്കുന്നുണ്ട്. ആ നീക്കങ്ങൾ ഇവിടെ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തുടർ ചർച്ചകളിലേക്കാണ് VD സതീശനുമായി അടുത്തു നിൽക്കുന്ന എറണാകുളം ജില്ലയിലെ നേതാക്കളെ തന്നെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് മുഹമ്മദ് ഷിയാസും കൊച്ചി മേയറും എല്ലാം തന്നെ നേരത്തെ മടങ്ങിപ്പോയതാണ്. അവരൊക്കെ തന്നെ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മേയർ അതൊന്നും ഇപ്പോൾ പറയുന്നില്ല എന്ന തരത്തിൽ തന്നെ, ഒന്നും പറയുന്നില്ല എന്ന തരത്തിൽ പറഞ്ഞ് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് എവിടെയോ ഏതോ തരത്തിലുള്ള രാഷ്ട്രീയ നീക്കം, രാഷ്ട്രീയ ചർച്ചകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്ക് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. അത് വരുന്ന മണിക്കൂറുകളിൽ തന്നെ അറിയാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും. ഏതായാലും
വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിനാണ് കേരളം സാക്ഷിയാകാൻ പോകുന്നത്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുന്നത് കാത്ത് വലിയ തരത്തിലൊരു 100 കണക്കിന് പ്രവർത്തകർ ഇപ്പോൾ വീടിന് പുറത്ത് അണിനിരന്ന് നിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് നല്ലൊരു വിഭാഗം ജനങ്ങളും അത് കാത്ത് പ്രതീക്ഷ വെച്ച് നിൽക്കുകയാണ്. അതാണ് ആ തീരുമാനമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളതും വലിയ ആകാംക്ഷയോടുകൂടി തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഏതായാലും ഈ ഘട്ടത്തിൽ വലിയൊരു പിറുമുറുക്കത്തിന്റെ നിമിഷങ്ങൾ തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അതുകൊണ്ടാണ് ഈ നേതാക്കൾ പുറത്തേക്കെത്തി ഇത്തരമൊരു ചില നിർദ്ദേശങ്ങൾ നൽകുകയും ഒപ്പം തന്നെ മറ്റു പോയ നേതാക്കളെ വിളിച്ചു വരുത്തുകയും ഒക്കെ ചെയ്തത്. ഇനി ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവ് ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയ ശേഷം ഒരു സംയുക്ത വാർത്താ സമ്മേളനത്തിന്റെ സാധ്യതകൾ ഉൾപ്പെടെ തെളിഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അശ്വതി, അതുതന്നെയാണ് പ്രശാന്ത്. എന്തായാലും വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ എന്നുള്ളതാണ്. ഈ നേരം വൈകിയ സമയത്തും വി.ഡി. സതീശന്റെ വീട്ടിലേക്ക് പ്രവർത്തകരുടെ ഒഴുക്കാണ് കാണാൻ സാധിക്കുന്നത്. തിങ്ങി നിറഞ്ഞ പ്രവർത്തകരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് വി.ഡി. സതീശന്റെ വീടും വീട്ടുമുറ്റവും ഒക്കെ. പരിസര പ്രദേശങ്ങളൊക്കെ അത്രത്തോളം പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും വരും മണിക്കൂർ ആകാംക്ഷയാണ്, പ്രതീക്ഷയിലാണ് പ്രവർത്തകർ എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയെ ഉടനെ പ്രഖ്യാപിക്കും എന്നതാണ് ഡൽഹിയിൽ നിന്നും വരുന്ന സൂചന. നിർണായക യോഗമൊക്കെ അവിടെ സമാപിച്ചിട്ടുണ്ട്. എന്തായാലും ഒറ്റപ്പയിലേക്ക് ഹൈക്കമാൻഡ് എത്തി എന്നതാണ് ഈ നിമിഷം വരെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അൺഫിൽട്ട് ഡിസൂസയുണ്ട്. അൺഫിൽട്ട് ഇനി നിമിഷങ്ങൾ മാത്രമാണ് പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ്. നമ്മൾ കൊച്ചിയിലേക്ക് പോയാൽ വി.ഡി. സതീശന്റെ വീട്ടിൽ പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ വൈകിയ വേളയിലും പ്രവർത്തകരുടെ ഒരു ഒഴുക്കാണ് കാണാൻ കഴിയുന്നത്. മറുപക്ഷത്തൊക്കെ അങ്ങനെയായിരിക്കുമല്ലോ. എങ്ങനെയായിരിക്കും ഒരു നീക്കുപോക്ക്? ഇപ്പോൾ നേതാക്കൾ വരുന്നുണ്ട്. വിമാനത്താവളത്തിൽ രജിത്ത് നേരത്തെ പങ്കുവച്ചത് അങ്ങനെയാണ്. അല്പസമയത്തിനകം ദീപാദാസ് മുൻഷി അടക്കമുള്ള നേതാക്കൾ സംസ്ഥാനത്തേക്ക് എത്തുന്നു. അതിനുശേഷം ഉടൻ പ്രഖ്യാപനം. അതെ, അത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഡൽഹിയിൽ നിന്ന് ജിഷ്ണു നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ മീഡിയ ചുമതലയുള്ള ജയറാം രമേശ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തിയെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഉടനെ ഒരു വാർത്താക്കുറിപ്പ് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ തലസ്ഥാനത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ ഇവിടെ എല്ലാ സജ്ജീകരണവും ഒരുക്കി. എല്ലായിടത്തും ആൾക്കൂട്ടമാണ്. KPCC ആസ്ഥാനം നമ്മൾ കാണുന്നത് പോലുള്ള വലിയൊരു ആൾക്കൂട്ടം. അതോടൊപ്പം തന്നെയും ഇന്ന് കന്റോൺമെന്റ് ഹൗസിലുണ്ട്. അതോടൊപ്പം തന്നെയും രമേശ് ചെന്നിത്തലയുടെ അദ്ദേഹത്തിന്റെ വസതി അവിടെയുണ്ട് ആൾക്കൂട്ടം. എല്ലായിടത്തും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അല്പസമയത്തിനകം ദീപാദാസ് മുൻഷി അടക്കമുള്ള നേതാക്കൾ, ഇവിടെ നിന്ന് പോയ VM സുധീരൻ, MM ഹസൻ അടക്കമുള്ള നേതാക്കൾ വരുന്ന ഫ്ലൈറ്റ്, ഇതൊക്കെ തന്നെ അവിടെ തിരുവനന്തപുരം വിമാനത്താവളം അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നേതാക്കന്മാർ എവിടെയുണ്ടോ അവിടെയൊക്കെ തന്നെ വലിയ രീതിയിലാണ് ആൾക്കൂട്ടമൊക്കെ ഉള്ളത്. ഇവിടെ കണ്ടോ, കുടുംബസമേതമാണ് KPCC ആസ്ഥാനത്ത് എല്ലാവരും കുഞ്ഞുങ്ങളെ കൊണ്ടാണ് എത്തിയിരിക്കുന്നത്. ആ വാർത്ത എന്താകുമെന്ന് അറിയാനായിട്ട് പ്രതീക്ഷയോടെ. എന്താണ് ഈ വാർത്ത ഉടനെ ഉണ്ടാകാം? പ്രതീക്ഷയോടെ തന്നെയാണ്. അതെ, പ്രതീക്ഷയോടെ തന്നെയാണ്. ഞങ്ങൾ പാലക്കാട് നിന്നാണ്. ഹസ്ബൻഡ് അവിടെ ബ്ലോക്ക് മെമ്പറാണ്. അപ്പോൾ എന്താവും റിസൾട്ട് എന്ന് അറിയാൻ വേണ്ടി ഇവിടെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ സന്ദർശിക്കണമെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. നേതാവ് ആരായാലും പാലക്കാട് നിന്ന് വന്നതാണല്ലോ. ഇപ്പോൾ ഇന്ന് മറ്റൊരാവശ്യത്തിന് വന്നതെങ്കിൽ കൂടി ഇന്നത്തെ ദിവസം കൃത്യമായി KPCC ആസ്ഥാനത്ത് ആ ഒരു വാർത്ത അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. എന്തായാലും നന്നായി വരട്ടെ. മനസ്സിലൊരാളുണ്ട്, അതുപോലെ തന്നെ പ്രതീക്ഷ പോലെ തന്നെ വരട്ടെ എന്ന് ആഗ്രഹമുണ്ട്. അതാണ്, മനസ്സിലൊരാളുണ്ട്. പക്ഷെ അവരത് ഈ നിമിഷം, ഈ ഏറ്റവും ഒടുവിലത്തെ ഈ നിമിഷം, ആകാംക്ഷയുടെ നിമിഷത്തെ അവരെന്തായാലും ആ പേര് പറയില്ല. പക്ഷെ ഏത് പേരായാലും അത് അംഗീകരിക്കാൻ തയ്യാറായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഏതൊരു തീരുമാനം അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തനം എന്നുള്ള രീതിയിൽ ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോകും. പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ടുള്ള തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്ന് നമുക്ക് ഈ നിമിഷം വരെയും പ്രതീക്ഷയുണ്ട്. പാലക്കാട് നിന്നാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പെട്ടെന്ന് ഈ വാർത്ത ഇന്നിപ്പോൾ ഉണ്ടാകുന്നപ്പോൾ നേരെയും KPCC പോയിരുന്ന ആ വാർത്ത ആഘോഷം നടത്താം. ഇന്ന് ഞങ്ങൾ തിരിച്ചങ്ങോട്ട് ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇന്ന് ഇങ്ങനൊരു സാഹചര്യം ഉള്ളപ്പോൾ തിരുവനന്തപുരം വന്നിട്ട് KPCC ഓഫീസിൽ ഇന്ന് ഈ ഒരു ഇതിന് സാക്ഷിയായില്ലെങ്കിൽ പിന്നെ അതിന് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നും പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഫുൾ ഫാമിലി ഉണ്ട്. ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കറകളഞ്ഞൊരു നേതാവിൻ്റെ ഒരു വാക്കുകളാണ്. കാരണം ഇന്നത്തെ ഒരു ചരിത്ര നിമിഷത്തിന് അവർക്ക് ആ ഒരു നിയോഗം KPCC ആസ്ഥാനത്ത് തലസ്ഥാനത്ത് തന്നെ വരാൻ കഴിഞ്ഞു. ആ ഒരു നിയോഗം വളരെ വൈകാരികമായി തന്നെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതൊരു ആ ഒരു നിമിഷം, ഒരു പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് കരുതുന്നു. എന്തായാലും ഇന്ന് പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്ന് എന്തായാലും ഉണ്ടാവും. ആ പ്രഖ്യാപനം കേരളത്തിൻ്റെ വികസനത്തിനും ഈ കഴിഞ്ഞ 10 വർഷക്കാലത്ത് ഉണ്ടായിട്ടുള്ള ദുർഭരണത്തിനെതിരെ ജനങ്ങൾക്ക് ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്ന ആ ഒരു ഭരണം കേരളത്തിന് കിട്ടുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിനുണ്ടാവും. അതിന് ഹൈക്കമാൻഡ് ഇന്ന് ആ ഒരു പ്രഖ്യാപനം ഉണ്ടാവും തന്നെയാണ് വിശ്വാസം.
കുഞ്ഞു വളരുമ്പോൾ കുഞ്ഞിനോടും പറയുക കേട്ടോ, ഈ ചരിത്ര നിമിഷം ഇവിടെ KPCC ആസ്ഥാനത്തായിരുന്നു. കുഞ്ഞിനോട് ഏതാ പാർട്ടി എന്ന് ചോദിച്ചാൽ കുഞ്ഞിപ്പോഴും പറയുന്നത് ഞാൻ കോൺഗ്രസ് ആണെന്നാണ്. അതാണ് പിന്നെ അശ്വതി ഭയങ്കര ആവശ്യത്തിലാണ് കേട്ടോ ഈ ഇന്ദിരാഭവനൊക്കെ തന്നെയും. കാരണം ഈ ഓരോ നിമിഷം ഇന്നിപ്പോൾ വാർത്താക്കുറിപ്പ് അല്പസമയത്തിന് പുറത്തിറങ്ങുമായിരിക്കുന്ന പ്രതീക്ഷയിൽ ചാനലിൻ്റെ മുമ്പിൽ നിന്ന് KPCC ആസ്ഥാനത്ത് ആ വാർത്ത തന്നെ ഇങ്ങനെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അകത്തും പുറത്തും വലിയ രീതിയിലാണ് ഇപ്പോൾ ആൾക്കൂട്ടം. കാരണം ഈ KPCC ഇന്ദിരാഭവൻ്റെ പുറത്തൊക്കെ തന്നെ ആൾക്കൂട്ടം ഇങ്ങനെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം കാണാൻ കഴിയുന്നു. അകത്തും ഇങ്ങനെ ഓരോരുത്തരായി കയറി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അവരുടെ നേതാവ്, അവരുടെ മുഖ്യമന്ത്രി ആര് ആണ് എന്ന് അല്പസമയത്തിനുള്ള അറിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതെന്തായാലും നാളത്തേക്ക് മാറ്റിവെക്കില്ല, നാളത്തേക്ക് നീണ്ടുപോകില്ല, ഇന്ന് രാത്രി തന്നെയാകും. ഏറ്റവും ഒടുവിൽ പല റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പല മാധ്യമങ്ങളും ഈ 3 പേരുടെ നേതാക്കളും 3 പേരുടെ പേരും പല പല മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ നിജസ്ഥിതി, യാഥാർത്ഥ്യം ഏത് പേരാണ് ഹൈക്കമാൻഡിൻ്റെ മനസ്സിലുള്ളത്, അവർ ആരെയാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നതിന് ഈ കൂടുതൽ ഊഹാപോഹങ്ങളിലേക്ക് കടക്കേണ്ടി വരുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആരെ പ്രഖ്യാപിച്ചാലും ഉണ്ടാകാൻ പോകുന്ന പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഒരു രാത്രിയോടുകൂടി പ്രഖ്യാപനം വരുമ്പോൾ രാത്രിയിൽ ഏതെങ്കിലും രീതിയിലോ പ്രതിഷേധങ്ങളോ പ്രകടനങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അത് ഒഴിവാക്കാനുള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത് കൃത്യമായി നടക്കുന്നുണ്ട്. എല്ലായിടത്തും തന്നെ, പ്രത്യേകിച്ച് തലസ്ഥാന നഗരത്തിൽ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ എല്ലായിടത്തും ആൾക്കൂട്ടമാണ്. ഇവിടെ ഇപ്പോൾ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ വസതിയിലുണ്ട്, ഒപ്പം ദീപാദാസ് മുൻഷി ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ എല്ലായിടത്തും KPCC ആസ്ഥാനത്തായാലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെയും സുരക്ഷ, പ്രത്യേകിച്ച് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലൊക്കെ തന്നെ പ്രകടനവുമായി പ്രതിഷേധം അതിരുകടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ കൃത്യമായി തന്നെ അതിൻ്റെ തയ്യാറെടുപ്പുകളും, അതായത് ആ പ്രതിഷേധങ്ങൾ അതിര് വിടാതിരിക്കാനും വേണ്ടി, അതിര് വിടുകയാണെങ്കിൽ അത് മുൻകൂട്ടി തടയുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന്, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അത്തരം സംവിധാനങ്ങളൊക്കെ, സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇനി അറിയേണ്ടത് രാത്രിയോടുകൂടി ഒരുപക്ഷെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ അത് ഈ പ്രതിഷേധം വരും ദിവസങ്ങൾ, അതായത് പ്രത്യേകിച്ച് നാളെയൊക്കെ എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമായ ദിവസങ്ങളാണ്.